അച്ഛന്മാർ വീട്ടുകാർ വിളിച്ചപ്പോൾ ആ വീട്ടിലോട്ട് പോയി. പ്രാർത്ഥന കഴിഞ്ഞ് ഇവർ തിരിച്ച് പോരുന്ന ഇവരുടെ കൂട്ടത്തിൽ ഒരു മതാധ്യാപകനുണ്ടായിരുന്നു. ഇവരെന്ന് പറഞ്ഞാൽ 10-70-നും 80-നും ഇടയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു. ഒരുങ്ങി ഇതിനു വേണ്ടിയിട്ട് തന്നെ നിൽക്കുകയായിരുന്നു അവിടെ. അവർക്ക് പിന്നെ ഈ സമാധാനമൊക്കെ ഇതൊന്നും അല്ലല്ലോ. അവർ നേരെ വിളിച്ച് പറഞ്ഞ് ക്രിസ്ത്യാനികളെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കുകയില്ല, ഞങ്ങൾ BJP-ക്കാരാണ്, ഞങ്ങൾ പറയണേ നടക്കുള്ളൂ എന്നും പറഞ്ഞുള്ള വ്യതിരംഗിതർ ആ ആയിരുന്നു. അപ്പം ഇവർക്ക് യാതൊരു നിർവാഹമില്ലാത്ത രീതിയിൽ ഇവർ ഈ വിസ്താരമില്ലാത്തത് കൊണ്ട് ക്രൗഡിലകപ്പെട്ട് ഇവർ അങ്ങനെ അവിടെ ഉന്തും തള്ളുമൊക്കെ നടന്ന് പ്രശ്നങ്ങളായി. ആരോ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നപ്പം 45 മിനിറ്റ് വൈകുന്നാണ് പറഞ്ഞു അവിടെ. അതുവരെ ഇവരുടെ കസ്റ്റഡിയിലാണ് നിന്ന്. അത്തേനും പോലീസുകാർ പറഞ്ഞു ഞങ്ങൾ ഇവരെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് കൊണ്ടുപോവുകയാണ് എന്നും പറഞ്ഞ് ഇവരെ കൂട്ടിക്കൊണ്ടുപോയി മുറി കൊണ്ടാക്കി. അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. ദരിദ്രരും നിരാലംബരുമായ മനുഷ്യർക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മദർ തെരേസയെ മതപരിവർത്തനം ആരോപിച്ച് വേട്ടയാടാൻ ശ്രമിച്ചവരാണ്. കുഷ്ഠരോഗികൾക്കായി ജീവിച്ച ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകൊന്നവരാണ്. നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ ശബ്ദമായതിന് പൗരാവകാശങ്ങൾ പോലും റദ്ദു ചെയ്ത ഫാദർ സ്റ്റാൻ സ്വാമിയെ കാരാഗ്രഹത്തിന്റെ ഇരുട്ടിലിട്ട് കൊന്നവരാണ്. കണ്ടമാലിൽ സിസ്റ്റർ മീന ലളിത ബറുവയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയവരാണ്. ന്യൂനപക്ഷങ്ങളെ പതിയിരുന്ന് ആക്രമിച്ച് വേട്ടയാടി കൊന്നു തിന്നുന്ന ഈ വേട്ടപ്പട്ടികളിൽ നിന്നും ഏത് നീതിയുടെ കിരണമാണ് അരമനകൾ ഇനിയും കാത്തിരിക്കുന്നത്? ബജ്രംഗ് ദൾ, ഹിന്ദു മഹാസഭ, ഹനുമാൻ സേന, ഹിന്ദു ജാഗരൺ മഞ്ച്, കാലത്തിന്റെയും നാടിന്റെയും ഒഴുക്കനുസരിച്ച് മാറുന്നത് പേരുകൾ മാത്രം. ലക്ഷ്യം എന്നോ പറഞ്ഞുറപ്പിച്ചു കഴിഞ്ഞ ന്യൂനപക്ഷ നിഗ്രഹം. ഗുജറാത്തിലെ മുസ്ലിം വംശഹത്യയുടെ ആസൂത്രകൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് മുതൽ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളിൽ ഉണ്ടായത് ഞെട്ടിപ്പിക്കുന്ന വർധനവ്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ട് പ്രകാരം 2024 ഉണ്ടായത് 834 ആക്രമണങ്ങൾ, 2023 734. ഈ വർഷം ഇതുവരെ ഉണ്ടായ 378 ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളിൽ ഏറ്റവും മുന്നിൽ ഛത്തീസ്ഗഡ് 82, ഉത്തർപ്രദേശ് 73, കർണാടക 32, രാജസ്ഥാൻ 25, മധ്യപ്രദേശ് 24, ബീഹാർ 22. ഇതിൽ FIR രജിസ്റ്റർ ചെയ്തത് 17 കേസുകളിൽ മാത്രം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ആൾക്കൂട്ട വിചാരണ ചെയ്തു ബജ്രംഗ് ദൾ. വർഷങ്ങളായി ക്രൈസ്തവ വിശ്വാസികളായവരെ മതപരിവർത്തനം നടത്തിയത്രേ. വേട്ടക്കാർ രക്ഷകരുടെ വേഷം കെട്ടി നിറഞ്ഞാടുമ്പോഴും ന്യൂനപക്ഷ വേട്ടയുടെ രക്തക്കറ പുരണ്ട ധംഷ്ടകൾ ആട്ടിൻ തോലിനുള്ളിൽ ഒളിപ്പിക്കാൻ അവർ പാടുപെടുന്നത് കാണാമായിരുന്നു. അത് വീണ്ടും ആഴ്ന്നിറങ്ങുന്നത് ഒഡീഷയിലെ വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും മേലെ. ദാരിദ്ര്യത്തെ ലോകത്തിന് മുന്നിൽ കെട്ടിമറച്ച ഒന്നാമതാണെന്ന് മേനി നടിക്കുന്ന വിശ്വഗുരുവിനോടാണ്. തൊപ്പിയും താടിയും വെക്കാനും, കഴുത്തിലൊരു കുരിശുമാല തൂക്കാനും, നെറ്റിയിലൊരു ചന്ദനക്കുറി വരയ്ക്കാനും, അങ്ങനെ ഓരോ മനുഷ്യനും അവന്റെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയുമായിരുന്ന എന്റെ നാടിനെ നിങ്ങൾ എന്ത് ചെയ്തു? ബജ്രംഗ് ദൾ എന്ന മത തീവ്രവാദി കൂട്ടം എന്റെ നാടിന്റെ മതേതരത്വത്തിൽ കത്തിവെക്കുമ്പോൾ ഏത് ഗുഹാവാടത്തിൽ തപസ്സിരിക്കുകയായിരുന്നു നിങ്ങൾ? കുറുവടികളും കാവിക്കൊടികളുമായി ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും നേരെ വിരളി പൂണ്ടു നടക്കുന്ന നിങ്ങളുടെ പരിവാര കൂട്ടങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണ് ഈ നാടിന് ആദ്യം വേണ്ടത്. ഇന്ന് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് ചേരുന്നവർ ജേക്ക് സി തോമസ് CPIM-ൽ നിന്നും, റവറന്റ് ഡോക്ടർ ജോൺസൺ തേക്കടയിൽ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ് BJP നേതാവ് എന്നിവരാണ്. ആദ്യം P. കൃഷ്ണദാസിലേക്ക്. ശ്രീ കൃഷ്ണദാസ്, ഛത്തീസ്ഗഡും ഒഡീഷയും തമ്മിലുള്ള ദൂരമാണ്. രണ്ടിടത്തും ഇരകളും ഒന്ന്, വേട്ടക്കാരും ഒന്ന്. സംഘപരിവാറിന്റെ, അത് പല രൂപത്തിലാണ്, ബജ്രംഗ് ദൾ, ഹിന്ദു മഹാസഭ, അങ്ങനെ പല രൂപത്തിൽ. സംഘപരിവാറിന്റെ ഈ ക്രൈസ്തവ വേട്ട അത് എത്ര കാലം കൂടി കാണേണ്ടി വരും ഈ നാടിന്? അങ്ങനെ കാണുന്നില്ലല്ലോ. നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ വേട്ടയാടുന്ന ഒരു സാഹചര്യവും നിലവിലുള്ളതായി മനസ്സിലാക്കിയിട്ടില്ല. നിയമപരമായി എവിടെയെങ്കിലും ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ സ്വാഭാവികമായി ആ സംസ്ഥാനം പാസ്സാക്കിയിട്ടുള്ള നിയമത്തിനെതിരെ ഏതെങ്കിലും ആളുകളുടെ ഭാഗത്തു നിന്നോ, അത് വ്യക്തികളാണെങ്കിൽ വ്യക്തികൾ, സ്ഥാപനങ്ങളാണെങ്കിൽ സ്ഥാപനങ്ങൾ, അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ, ആ പരാതികൾ പോലീസ് അന്വേഷിക്കുന്നു, കേസെടുക്കുന്നു, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ നടക്കുന്നു. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മുടെ രാജ്യത്തുള്ളതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മറ്റൊന്ന്, താങ്കളിപ്പോൾ സൂചിപ്പിച്ചത് ഛത്തീസ്ഗഡിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒറീസയെക്കുറിച്ചാണ്.
ഈ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ, ഒറീസ അടക്കം നമ്മുടെ രാജ്യത്തെ ഏറ്റവും ആദ്യം മതപരിവർത്തന നിയമം, നിർബന്ധിത മതപരിവർത്തന നിയമം നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസാക്കിയ സംസ്ഥാനം 1967 ഒറീസയാണ്. ആ കാലഘട്ടങ്ങൾ മുതൽ ഈ സംസ്ഥാനങ്ങളിലെല്ലാം ആ തരത്തിലുള്ള നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടാകുമ്പോൾ ആ പരാതികളുടെ ഭാഗമായി സംസ്ഥാന സർക്കാരുകൾ കേസെടുക്കുന്നുണ്ടാകും. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. പിന്നെ അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അത് അപ്പോഴത്തെ കാര്യമല്ലേ, അതൊക്കെ നോക്കാം. ഓക്കെ, ഞാൻ ഇടുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ താങ്കളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ലാത്തത് കൊണ്ടാണെങ്കിൽ, ഇനി താങ്കൾ പറഞ്ഞതുപോലെ അത്തരം നിയമം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരാരോപണം ഉയരുന്നു അല്ലെങ്കിൽ ഒരു പരാതി ഉയരുന്നു, അത് കേസെടുക്കുന്നു, പോലീസ് അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷിക്കുന്നു, പിന്നീട് അത് കോടതികളുടെ ഉൾപ്പെടെ പരിഗണനയ്ക്ക് വരുന്നു. ആ ഒരു പ്രക്രിയ അത് എല്ലാ നാട്ടിലും സ്വാഭാവികമായി നടക്കുന്നതാണ്. പക്ഷേ ഛത്തീസ്ഗഡിൽ നടന്നത് അതാണോ? ഒഡീഷയിൽ നടന്നത് അതാണോ? ഇവിടെ രണ്ടിടത്തും ആ സംസ്ഥാനങ്ങളിൽ പോലീസ് ഇല്ലാത്തത് കൊണ്ടാണോ ബജ്രംഗ് ദളിന് ഇങ്ങനെ ഈ കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ വലിയ ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായത്? അശ്വിത, എവിടെയാണ് ആക്രമണം ഉണ്ടായത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായതായി എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. നമ്മളുടെ വാർത്തകളിലൊന്നും നാം കണ്ടിട്ടില്ല. പരാതികൾ ഉണ്ടാകുമ്പോൾ പോലീസ് കേസെടുക്കുന്നു, അന്വേഷിക്കുന്നു. ശരി, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മൾ ഈ ചർച്ചയുടെ ജീവിക്കുന്ന കേരളത്തിൽ താങ്കൾ അറിഞ്ഞിട്ടില്ല എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഒരു പ്രതികരണം നമ്മൾ കണ്ടിരുന്നു. അത് ഒഡീഷയിൽ കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ട വൈദികന്റെ പിതാവ് നടത്തിയ പ്രതികരണമാണ്. മകനിൽ നിന്നും അല്ലെങ്കിൽ അവരോടൊപ്പം പോയ ആളുകളിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമല്ലോ അല്ലെ? ഇല്ലെങ്കിൽ ഒന്നുകൂടി കേൾപ്പിക്കാം. ഇനി ഛത്തീസ്ഗഡിലെ സംഭവമാണെങ്കിൽ അവിടെ ആൾക്കൂട്ടാക്രമണം ഞങ്ങൾ നേരിട്ടുവെന്ന് മതപരിവർത്തനം നടത്തിയെന്ന് നിങ്ങൾ ആരോപിച്ച കുറെ കുട്ടികളുണ്ടായിരുന്നല്ലോ, അവർ ഉൾപ്പെടെ പറഞ്ഞത് കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി കൊടുത്തില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ബജ്രംഗ് ദൾ ഭീഷണിപ്പെടുത്തിയെന്ന് അവർ പറയുന്നത് രാജ്യം മുഴുവൻ കേട്ടിരുന്നു. ഒരുപക്ഷെ താങ്കൾ കേട്ടിട്ടുണ്ടാകില്ല, BJP കേട്ടിട്ടുണ്ടാകില്ല. കേട്ടിട്ടില്ലെങ്കിൽ കേൾപ്പിക്കാം. അല്ല, ഞാൻ അതിന് മുൻപ് ചില കാര്യങ്ങൾ അങ്ങോട്ട് സൂചിപ്പിക്കാം. നമ്മുടെ കേരളത്തിൽ, അസിതയും ഞാനും അടക്കമുള്ള ആളുകൾ ജീവിക്കുന്ന കേരളത്തിൽ, മധു എന്ന് പറയുന്നൊരു ആദിവാസി യുവാവ് ആൾക്കൂട്ട ആക്രമണത്തിനിരയായി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായല്ലോ. അങ്ങനെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായതിനെക്കുറിച്ച് എന്താണ് സംഭവം ഉണ്ടായിട്ടുള്ളത്? കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെടുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള പരിരക്ഷ ലഭിച്ചിരുന്നോ? അങ്ങനെ കൊലപാതകം നടത്തിയിട്ടുള്ള ആൾക്കൂട്ട കൊലപാതകം നടത്തിയിട്ടുള്ള ആളുകൾ അവർ എപ്പോഴെങ്കിലും നിയമത്തിന്റെ മുൻപിൽ ശക്തമായ നടപടിക്ക് വിധേയമായിരുന്നോ? ഇതെല്ലാം കേരളത്തിലല്ലേ നടന്നത്. നമ്മൾ ഏറ്റവും പ്രബുദ്ധമാണെന്ന് പറയുന്ന, ഏറ്റവും ശക്തമായ ജനാധിപത്യ സംവിധാനത്തിൽ ഭരണം നടത്തുന്നു എന്ന് പറയുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ആൾക്കൂട്ട കൊലപാതകം നടക്കുന്നില്ലേ? എത്ര സ്ഥലങ്ങളിൽ നടക്കുന്നു ആൾക്കൂട്ട ആക്രമണങ്ങൾ? എത്ര സ്ഥലങ്ങളിൽ വാർത്തകൾ വന്നിട്ടുണ്ട് കേരളത്തിൽ? ഞാനതാ പറഞ്ഞത് അസിത, ഛത്തീസ്ഗഡിലോ ഒറീസയിലോ ഒന്നും താങ്കൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ ഒരാക്രമണവും ഒരു നടപടിയും ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരുടെയും എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഒറ്റപ്പെട്ട വ്യക്തിയല്ലല്ലോ. ആരുടെയും ശ്രദ്ധയിൽ അങ്ങനെ വന്നതായി എന്നോട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഞാൻ വാർത്ത കണ്ടിട്ടില്ല. മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർക്ക് താങ്കൾ അറിയാത്ത, താങ്കൾ കേൾക്കാത്ത കാര്യം ഉറപ്പായി നമുക്കിനി 1 മണിക്കൂർ ചർച്ച ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കത് കേൾക്കാം. ആദ്യം ഛത്തീസ്ഗഡിലെ സംഭവം തന്നെ. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം നടത്തി ആ പെൺകുട്ടികളെ എന്നുള്ളതായിരുന്നു ബജ്രംഗ് ദളിന്റെ ആരോപണം. ആ ആരോപണത്തിലാണ് അവിടെ ആൾക്കൂട്ട വിചാരണ നേരിടേണ്ടി വന്നത് കന്യാസ്ത്രീകൾക്ക്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടികൾ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് ആദ്യം അത് കേൾക്കാം. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഛത്തീസ്ഗഡിലെ BJP സർക്കാർ 2 കന്യാസ്ത്രീമാരെയും ഒരു ആദിവാസി യുവാവിനെയും അറസ്റ്റ് ചെയ്തത് 3 പെൺകുട്ടികളിലെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതിൽ ഒരു പെൺകുട്ടിയാണ് ഈ നിർബന്ധിച്ച് അവരെ കൊണ്ട് മൊഴി മാറ്റിപ്പിച്ചത്. ആ പെൺകുട്ടിയായ കമലേശ്വരി പ്രധാൻ ആണ്. കമലേശ്വരി പ്രധാൻ ഇപ്പോൾ കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. നാരായൺപൂരിലാണ് ഈ കമലേശ്വരി പ്രധാൻ ഉള്ളത്. ഇന്നിപ്പോൾ ഈ കമലേശ്വരി പ്രധാൻ പോലീസിന് പരാതി നൽകി. അതിനുശേഷമാണ് ഇപ്പോൾ കൈരളി ന്യൂസിനോട് ചേരുന്നത്. അതിനും ആ പപ്പനെ के साथ मर्जी से गया था? जी सर, अपनी मर्जी से, अपनी मम्मी पापा की मर्जी से गई थी सर। उस दिन क्या हो गया रेलवे स्टेशन में? हम लोग बैठे थे सर, तब हम लोग को बजरंग दल वाले धक्का मुक्की करते ले गए सर, और
बहुत बुरी तरह से ले गए सर और अंदर बाहर से बंद अंदर से बंद कर दी सर ज्योति शर्मा में। पुलिस लोगों को निकाल कर बंद कर दी सर और बहुत गंदा गंदा गाली देने लगी कि तुम लोग यहाँ आए हो बोल रही थी सर और बहुत गंदी गंदी गाली दे रहे थे। और भैया को भी बहुत मारे हो, हम लोग को भी बहुत मारे और बोल रहे थे गौर गवार लोग नीच लोग हो, तुम लोग अपने बूढ़े देव को छोड़कर अन्य धर्म में जाते हो बोल के गाली दे रही थी सर। बहुत मारा गया। जी सर, बहुत थप्पड़ पे थप्पड़ मारी सर और भैया को तो लात में खूंद रहे थे सर। आपको 3 लड़के के साथ एक दोस्त थे, दोस्त को मारा है? जी सर, हमारे तीनों सहेलियों को मारी सर, सिस्टर लोग को भी बहुत गंदा गंदा गाली दी सर। अब पुलिस क्या किया उस टाइम का? पुलिस लोग कुछ नहीं किए सर, बस खड़े होकर देख रहे थे। ये भी नहीं बोले कि बच्चे लोग को क्यों मार रहे हो बोल के भी नहीं बोले सर। नहीं सर, पूरे लोग नहीं मारे सर, बस मैडम ही मारी सर। आपका पुलिस का कंप्लेंट दिया आज? कंप्लेंट? जी सर, मैं कल अपने गांव में दर्ज कर चुकी हूँ सर। बोलने लगी थी अगर तू नहीं बोलेगी तो तेरे भाई को तेरे मैम को जेल में डाल देंगे, मार देंगे और तुम लोग को रेप कर देंगे बोल रहे थे सर। जी सर, बजरंग दल वाले। बजरंग का? जी सर, बहुत डर लगता है सर, लेकिन बाहर निकलती हूँ तो सर बहुत डर लगता है। दूर से झुंड को देखती हूँ तो बहुत डर लगता है सर। नहीं सर, हिंदू हैं लेकिन हम लोग क्रिश्चियन को मानते हैं सर। 5 साल का? जी सर, 5-6 साल हो गया सर। मेरी मम्मी बीमार थी तब से है सर। आपके बदले कम का कितना रुपए मिलेगा? 10,000 महीने में बोले थे सर। और आप मतलब कपड़ा लत्ता खाना पीना सब देंगे और तुम लोग को यहाँ तक लाना ले जाना सब हम लोग का काम होगा बोले थे सर। सिस्टर लोग कुछ घर में काम होगा तो तुम्हारे घर तक छोड़ देंगे, ले जाना सब हम लोग करेंगे बोले थे सर। आपके माम बताया घर बनाने के लोन करके 1 लाख लोन, बैंक लोन, आप काम करने के बाद में अच्छा लाइफ मिलेगा। जी सर, हम लोग घर में बहुत परेशानी है पैसा का सर, इसलिए मैं जा रही थी सर मम्मी पापा को पूछ कर। घर में बहुत पैसा का ശ്രീ तकलीफ हो പി रहा है। കൃഷ്ണദാസ് വ്യക്തമായി കേട്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ? അങ്ങയോട് ഞാൻ ഹിന്ദി അറിയാമോ എന്ന് ചോദിക്കുന്നത് നിങ്ങൾക്കൊക്കെ നാണക്കേടാകുമെന്നുള്ളതുകൊണ്ട് ഞാനത് ചോദിക്കുന്നില്ല. ഇനി എങ്ങാനും അത് അറിയില്ലെങ്കിൽ മലയാളത്തിൽ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. താങ്കളുടെ മുന്നിൽ കൈരളിയുടെ സ്ക്രീൻ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഉറങ്ങുന്നവരെ ഉണർത്താം ശ്രീ കൃഷ്ണദാസ്, പക്ഷേ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താനാകില്ല. താങ്കൾ കേട്ടില്ല എന്ന് കരുതി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ലല്ലോ. അല്ല, എനിക്ക് അസിത, എനിക്ക് തിരിച്ചു പറയാനുള്ളതും അത് തന്നെയാണ്. ഉറക്കം നടിച്ചുകൊണ്ട് ഒരു വിഷയത്തെ പർവ്വതീകരിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരു ചർച്ച നടത്തുന്നതിൽ ഒരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം, താങ്കളുടെ ചാനലിൽ, താങ്കൾ ചർച്ച നയിക്കുന്ന ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കാണിക്കുന്നു. അവരാരാണെന്നോ അവർ എന്താണെന്നോ അവരുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ട് പോലീസ് കേസുണ്ടോ എന്നോ അവർ പറയുന്ന ആരോപണങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കേസുകളുണ്ടോ എന്നോ ഒന്നും നമുക്കറിയില്ല. നിങ്ങളുടെ ചാനലിലെ ആങ്കർ ചോദിക്കുന്നു, അതിനനുസരിച്ച് അവർ ഉത്തരങ്ങൾ പറയുന്നു. അതിനപ്പുറത്തേക്ക് ഇതിനൊക്കെ ഒരു നിയമപരമായ സംവിധാനമില്ലേ നമ്മുടെ രാജ്യത്ത്? നിയമപരമായ അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ, അവരെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് എന്തിനായിരുന്നു ഈ കേരളം മുതൽ ഛത്തീസ്ഗഡ് വരെ നേതാക്കൾ ഇങ്ങനെ ഓടി നടന്നത്? അതേ ആളുകളോടാണ് ഞങ്ങളുടെ പ്രതിനിധി സംസാരിക്കുന്നത്. അപ്പോൾ ഇവരെ അറിയില്ലല്ലേ? ഇവരെ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു രക്ഷിക്കാനെന്ന് പറഞ്ഞ്, ഞങ്ങളാണ് രക്ഷിച്ചതെന്ന് പറഞ്ഞൊക്കെ മുന്നിൽ നിൽക്കാനായി ജയിലിന്റെ മുന്നിലൊക്കെ തള്ളിയ ദൃശ്യം ഇപ്പോഴും ഓർമ്മയുണ്ട് നാടിന്. അസിത, എന്താ നമ്മൾ ഒരു ചർച്ചക്ക്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഗൗരവമുള്ളൊരു ചാനലിൻ്റെ ചർച്ചക്ക് ഈ തരത്തിലുള്ള ഒരു വിഷയത്തിൽ നമ്മളൊരു തുമ്പും വാലും ഇല്ലാത്തൊരു ചർച്ച നയിക്കുന്നതിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ജയിലിന്റെ മുൻപിൽ ആരെ തള്ളി മാറ്റി? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ താങ്കൾക്ക് ഇവരെ ആരെയും അറിയില്ല. ഇവരെ രക്ഷിക്കാൻ പോയ ഒരാളുണ്ടായിരുന്നു, രാജീവ് ചന്ദ്രശേഖർ. അറിയാമോ? ആ ആളിനെ അറിയാമോ? രാജീവ് ചന്ദ്രശേഖർജി പോയത് അവിടെ ജയിലിൽ കിടക്കുന്ന കന്യാസ്ത്രീ സഹോദരിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ കേസിൽ അവരുടെ ജാമ്യത്തിന്റെ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയുടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടിരുന്നു. കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസ് അതറിയാമല്ലോ അല്ലേ? കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസ് എന്തായിരുന്നു? നിയമപരമായി നമ്മുടെ മുന്നിലുള്ളത് അവിടെ ഉണ്ടായിട്ടുള്ള FIRൽ, പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള FIR, ആരുടെ പരാതി? അവർ പ്രതി ചേർക്കപ്പെട്ടു, അവർ ജയിലിലടക്കപ്പെട്ടു എന്നുള്ളതാണല്ലോ.
ആ പരാതിയുടെ ആധാരം എന്തായിരുന്നു? നിങ്ങളതൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ലല്ലോ, അല്ല പൊതുമധ്യത്തിൽ. അതെ, പൊതുമധ്യത്തിൽ എനിക്കറിയില്ല, അങ്ങ് പറഞ്ഞു തരൂ. ഉള്ളതല്ലേ അതെ അതെ അതെ, ഞാൻ പൊതുമധ്യത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ താങ്കൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ താങ്കൾ പറയുന്ന പൊതുമധ്യം എനിക്കും അറിയില്ല. താങ്കൾ പറഞ്ഞു തരൂ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ കന്യാസ്ത്രീകൾ പ്രതികളാക്കപ്പെട്ട കേസ്, ആ കേസ് എന്തായിരുന്നു? ആ കേസിലെ പരാതിക്കാർ ആരായിരുന്നു? എന്തായിരുന്നു ആ പരാതി? അതൊന്ന് പറയൂ. അറിയണമല്ലോ, ആദ്യം കണ്ട പെൺകുട്ടികളെ അറിയാമോ എന്ന്. എന്തിനാ അതിൻ്റെ അല്ല അതിനെ സംബന്ധിച്ചുള്ളൊരു ചർവണത്തിന്റെ സാധ്യതയില്ലല്ലോ. അത് ബഹുമാനപ്പെട്ട കോടതി പരിഗണിക്കുകയും FIR ഇടുകയും FIRന്റെ അടിസ്ഥാനത്തിൽ കോടതി പരിഗണിക്കുകയും കോടതി അത് NIA കോടതിയിലേക്ക് ആ കേസ് മാറ്റുകയും സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായി. താങ്കൾക്ക് എന്താണ്, എന്തുകൊണ്ടാണ് കന്യാസ്ത്രീകൾക്കെതിരായ കേസ് എന്തായിരുന്നു എന്ന് പറയാൻ മടിക്കുന്നത്? അല്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ കന്യാസ്ത്രീകൾക്കെതിരായ കേസ് എന്തായിരുന്നു എന്ന് പറയാൻ താങ്കൾ മടിക്കുന്നത് എന്തിനാണ്? അവിടെ ഉണ്ടായിട്ടുള്ള ആന്റി കൺവെർഷൻ ലോയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ കേസെടുത്ത്? നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണോ അസിത? എന്തുകൊണ്ടാണ് അവിടെ കേസെടുത്തത്? ആ കേസിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്തുകൊണ്ടാണ് കേസെടുത്തത്? അവിടെ ഉണ്ടായിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നു. ആ കേസെടുത്ത് അവിടെ നിന്ന് തന്നെ ബഹുമാനപ്പെട്ട കോടതി അത് പരിശോധിക്കുന്നു. ചിലപ്പോൾ താങ്കളുടെ കൂടെ 15 മിനിറ്റ് സംസാരിച്ചതുകൊണ്ടായിരിക്കും ഞാനും അതൊക്കെ അറിയാതെ പോയി. അല്ല, ഞാൻ താങ്കളോടൊപ്പം 15 മിനിറ്റ് സംസാരിച്ചല്ലോ, ഒന്നും അറിയാതെ താങ്കളോടൊപ്പം സംസാരിച്ചപ്പോൾ എനിക്കും അങ്ങനെയായി പോയി, ഒന്നും അറിയാതെ പോയി. പറയൂ. എന്റെ കയ്യിൽ ആ FIR ഇല്ല. അസിത FIR വായിച്ചോ? അല്ല, താങ്കൾ അപ്പോൾ താങ്കളുടെ സംസ്ഥാന നേതാവ് ആരെയൊക്കെ രക്ഷിക്കാൻ പോയി എന്ന് കൃഷ്ണദാസ്, താങ്കളുടെ സംസ്ഥാന നേതാവ് ആരെയൊക്കെ രക്ഷിക്കാൻ പോയി താങ്കൾ പറഞ്ഞല്ലോ. അത് കന്യാസ്ത്രീകൾ. ഒരു മിനിറ്റ് സുഹൃത്തെ, ഒരു മിനിറ്റ്. FIR ഒന്നും വായിച്ചിട്ടല്ലോ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ കേസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ താങ്കളുടെ നേതാവ് രക്ഷിക്കാൻ പോയ കന്യാസ്ത്രീകൾ പ്രതികളാക്കപ്പെട്ട ആ കേസ് എന്തായിരുന്നു? ഒന്ന് പറഞ്ഞു തരൂ. അപ്പോൾ താങ്കൾ പറയുന്നു അവിടുത്തെ ഏതൊരു കൺവർഷൻ നിയമവുമായി ബന്ധപ്പെട്ട കേസാണെന്ന്. അപ്പോൾ അതിൽ അങ്ങനെ കൺവർഷൻ ചെയ്തു എന്നുള്ളത് ആരെയാണ്? ആരെങ്കിലും കൺവർഷൻ ചെയ്യാത്ത കേസ് ഉണ്ടാകില്ലല്ലോ. അപ്പോൾ അതാരായിരുന്നു? അസിത, ഇത് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ നയിക്കുന്ന ചർച്ചയാണ്. ആ ചർച്ചയിൽ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ ക്രെഡിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള ഉത്തരവാദിത്തം എനിക്കല്ല, നിങ്ങൾക്കാണ്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. അതിന്റെ FIR അല്ല ക്രെഡിബിലിറ്റി ഇല്ലെന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ക്രെഡിബിലിറ്റി ഇല്ലാന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആരെയെങ്കിലും ഒരു ഇന്റർവ്യൂ കാണിച്ചിട്ട്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല അവരാരാണെന്നുള്ളത്. അല്ല എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ ചാനലിൽ ഇന്റർവ്യൂ കാണിച്ചത് ആരെയാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇതിൽ താങ്കൾക്ക് അറിയാത്തത് ആരെയൊക്കെയാണ്? ഞങ്ങളുടെ ചാനലിൽ ഇപ്പോൾ കാണിച്ച പെൺകുട്ടിയാണോ അറിയാത്തത്? അതോ അവിടെ ജയിലിൽ കിടന്ന കന്യാസ്ത്രീകളെയാണോ അറിയാത്തത്? അതോ രാജ ചന്ദ്രശേഖരനെയാണോ അറിയാത്തത്? എന്റെ രണ്ട് ചോദ്യങ്ങൾക്ക് താങ്കൾ ഉത്തരം പറയണം. ഒന്ന്, നിങ്ങളുടെ ഇന്റർവ്യൂവിൽ കാണിച്ചയാൾ പരാതിക്കാരിയാണോ? നിങ്ങളുടെ ഇന്റർവ്യൂവിൽ കാണിച്ചയാൾ വിക്ടിമാണോ? നിങ്ങളുടെ ഇന്റർവ്യൂവിൽ കാണിച്ചയാൾ പ്രതിയാണോ? അത് പറ. അപ്പോൾ താങ്കൾ അത് എന്തുകൊണ്ടാണ് ചോദിക്കാറുണ്ട്, താങ്കൾ എവിടെ കൊണ്ടാണ് കേട്ടതെന്ന്? അപ്പോൾ ആദ്യ ഭാഗത്ത് ഞങ്ങളോട് പറയുന്നത് തന്നെ അത് ആരാണ് എന്നുള്ളത് പരിചയപ്പെടുത്തിയിട്ടാണ്, അത് ആരാണ് എന്നുള്ളത് പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്. താങ്കൾ അത് കേട്ടിരുന്നില്ലേ? അസിത, ഞാൻ എവിടം കൊണ്ടും കേൾക്കട്ടെ. ഞാൻ എവിടം കൊണ്ട് കേട്ടു എന്നുള്ളതല്ലോ പ്രശ്നം. നിങ്ങളുടെ ചാനലിൽ കാണിച്ച വ്യക്തിയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളയാൾ ആ കേസിലെ FIRമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിഫാക്ടോ കംപ്ലൈനന്റ് ആണോ? ഇനി അതല്ലെങ്കിൽ അതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളാണോ? ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളാണോ? സുഹൃത്തെ, അതാണല്ലോ താങ്കളോട് ഞാൻ മലയാളത്തിൽ പറയുന്നത്. നിങ്ങൾ പറയുന്ന കന്യാസ്ത്രീകൾക്കെതിരായ കേസ് ഉണ്ടല്ലോ, അവർ മതപരിവർത്തനം നടത്തിയെന്ന് പറയുന്ന കുറച്ച് പെൺകുട്ടികളുണ്ടല്ലോ, 3 പെൺകുട്ടികൾ. ആ പെൺകുട്ടികളിൽ ഒരാളുടെ പ്രതികരണമാണ് ആദ്യം താങ്കളെ കേൾപ്പിച്ചത്. അത് കൃത്യമായി അവരുടെ ഐഡന്റിറ്റി പറഞ്ഞുകൊണ്ടാണല്ലോ താങ്കളെ അത് കേൾപ്പിച്ചത്. അപ്പോൾ താങ്കൾ അത് കേട്ടില്ലേ? അവരാണല്ലോ പറയുന്നത് അവർക്ക് ബജ്രംഗ് ദളിന്റെ ആക്രമണം ഉണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കുകയാണെങ്കിൽ ബജ്രംഗ് ദളാണോ അത് ചോദ്യം ചെയ്യേണ്ടത്? അവരാണോ പോലീസ്? ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ എന്ന്. ഞാൻ അതുകൊണ്ടല്ലേ നിങ്ങൾ ഭരിക്കുന്ന നിങ്ങളുടെ സംസ്ഥാനത്തെ മധുവിന്റെ ഉദാഹരണം പറഞ്ഞത്. എന്താ നടപടി ഉണ്ടായത്? ഇനി തിരിച്ചു പറയട്ടെ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ ഇന്റർവ്യൂ നിങ്ങൾ ആരെ വേണമെങ്കിലും കാണിച്ചോളൂ, നിങ്ങൾ ചർച്ച നടത്തിക്കോളൂ, അതിലൊന്നും പ്രയാസമില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ആവേശമാണല്ലോ, നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു വലിയ പ്രശ്നം നടക്കുന്നതെന്ന് വരുത്തി തീർക്കാനാണല്ലോ. എന്നാൽ നിങ്ങൾ
സർക്കാരിന്റെ കൈവശമുള്ള സർക്കാർ ഔദ്യോഗികമായി നടത്തുന്ന കേസിൽ ആ FIRന്റെ വകുപ്പുകളും അതിലെ പരാതിക്കാരുടെ അല്ലെങ്കിൽ അതിന് FIRന് ആധാരമായിട്ടുള്ള പരാതിയുടെ വിശദാംശങ്ങളും താങ്കളൊന്ന് അല്ല, അപ്പോൾ കേസുണ്ടെന്ന് താങ്കൾക്കറിയാം, കന്യാസ്ത്രീകൾ പ്രതികളാണെന്ന് താങ്കൾക്കറിയാം, ആ കേസ് മതപരിവർത്തനമായിരുന്നു എന്നുള്ളത് താങ്കൾക്കറിയാം. അങ്ങനെ മതപരിവർത്തനം ആരോപിക്കപ്പെട്ട പെൺകുട്ടിയുടെ ഒരു പ്രതികരണം കേൾപ്പിച്ചാൽ അതാരാണെന്ന് താങ്കൾക്കറിയില്ല. നല്ല ലോജിക്കാണ്. ഇങ്ങനെ തന്നെ ഈ ചർച്ചയുടെ ഉടനീളം താങ്കൾ സംസാരിക്കണം. ഞാൻ മടങ്ങി വരാം. ഫാദർ, നോക്കൂ, നമ്മൾ ആദ്യഘട്ടത്തിൽ ഛത്തീസ്ഗഡ് ആണ് കാണുന്നത്. അപ്പോൾ BJP സംഘപരിവാറും ആ വിഷയത്തിൽ എത്ര വലിയ പ്രതിരോധത്തിലായി എന്നുള്ളത് ഈ രാജ്യം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒഡീഷ, സുഹൃത്തെ ഒരു മിനിറ്റ്, ഞാൻ വരാം. സുഹൃത്തെ ഒരു മിനിറ്റ്. അല്ല, താങ്കൾ ഇങ്ങനെ കണ്ണടച്ച് ഈ കാണുന്ന ആളുകളെയൊക്കെ പൊട്ടരാക്കുമ്പോൾ ഞാനും താങ്കളുടെ കൂടെ ചേർന്ന് ആ മനുഷ്യരെയൊക്കെ പൊട്ടരാക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഫാദർ, ഞാൻ മടങ്ങി വരുന്നുണ്ട്. ഫാദർ നോക്കൂ, അപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്നും ഒഡീഷയിലേക്കുള്ള ദൂരം അത് ഇത്ര ചെറുതാകുമെന്ന് ആരും കരുതിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ഇപ്പോൾ BJP പ്രതിനിധി പറയുന്ന വാദങ്ങളൊക്കെ താങ്കൾ കേട്ട് കാണുമല്ലോ. കന്യാസ്ത്രീകൾക്കെതിരെ എന്തൊരു കേസ് ഉണ്ടായിട്ടുണ്ട്, അത് മതപരിവർത്തനമാണെന്ന് ആരോ പറഞ്ഞു കേട്ടു, അത് FIR മാത്രം ഇട്ട കേസാണ്, കോടതി നടപടികളിലൂടെ നടക്കുന്നു. അപ്പോൾ പിന്നെ ഒഡീഷയിൽ നടന്നത് എന്താണ്? ഒഡീഷയിൽ നടന്നത് അവർ അറിഞ്ഞിട്ട് കൂടിയില്ല, ആരുടെയും പ്രതികരണം നമ്മൾ കണ്ടില്ലല്ലോ. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചില സുപ്രഭാതങ്ങളിൽ എഴുന്നേറ്റിരുന്ന ഇതാ ക്രൈസ്തവർക്കെതിരെ ആക്രമണമുണ്ടായി, ഇതാ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായി എന്ന് പറഞ്ഞ് BJPയും സംഘപരിവാറിന്റെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയായിരുന്നോ ഇത്രകാലം? അസുത, രണ്ട് കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും ഇപ്പോൾ വളരെ ദൂരത്തല്ല ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക്. 2022-23 കാലഘട്ടത്തിൽ ഛത്തീസ്ഗഡില് ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ നടന്നു. അവിടെ നിരപരാധികളായിട്ടുള്ള നിരവധി കുടുംബങ്ങൾ, ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട്, ജീവന് വേണ്ടി ഓടി പോയവരുണ്ട്, സ്വന്തം കിടപ്പാടങ്ങൾ നഷ്ടപ്പെട്ട് തെരുവോളങ്ങളിൽ പോയി കിടക്കേണ്ടി വന്ന ആളുകളുണ്ട്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് മണിപ്പൂരിലും വളരെ വളരെ സങ്കീർണമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായത്. അത് കഴിഞ്ഞ് വീണ്ടും ഛത്തീസ്ഗഡിലേക്ക് വന്നു, ഇപ്പോൾ അത് ഒറീസയിലേക്ക്. എനിക്ക് വളരെ നിശ്ചയമുണ്ട്, ഇനി എല്ലാ സംസ്ഥാനങ്ങളിലും ഏതെല്ലാം സംസ്ഥാനങ്ങള് BJP ഭരിക്കുന്നുവോ ആ സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയിൽ നടന്നിട്ടുള്ള ആ സംഭവത്തിൽ ഫാദർ ലിജു നിരപ്പേലച്ചനും അതേപോലെ തന്നെ ഫാദർ V ജോജോ അച്ഛനും അതോടൊപ്പം 2 സിസ്റ്റേഴ്സ്, അവരുടെ കാറ്റഗിസ്റ്റ് ലീഡർ, അവിടുത്തെ ഡ്രൈവർ, അവരെല്ലാം ഉപദ്രവിക്കപ്പെട്ടപ്പോൾ, മർദ്ദിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചതായ കാര്യം എന്ന് പറയുന്നത്, അവര് പറഞ്ഞത് ഇവിടെ ഇപ്പോൾ BJD അല്ല ഇവിടെ ഭരിക്കുന്നത്, BJP ആണ് ഭരിക്കുന്നത്. ആ ഒരൊറ്റ സെന്റൻസ് മതി, BJP ആണ് ഭരിക്കുന്നതെങ്കിൽ ഞങ്ങൾ പറയുന്നതല്ലാതെ ഇവിടെ ഒന്നും നടക്കുകയില്ല, നിങ്ങൾ ഞങ്ങളുടെ ഭരണത്തിന് കീഴിൽ സുരക്ഷിതരല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അന്യരാണ്, വേറെ ഏതോ അന്യഗ്രഹ ജീവികളെ പോലെയാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നുള്ളൂ, നിങ്ങൾ ഈ നാട്ടുകാരെ അല്ല, നിങ്ങൾ ഈ ദേശക്കാരല്ല, നിങ്ങൾ ഭാരതീയരല്ല, നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളല്ല, നിങ്ങൾ ഇന്ത്യക്കാരല്ല എന്നുള്ള തറപ്പിച്ചുള്ള വാദങ്ങളാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത്. മിനിഞ്ഞാന്ന് രാത്രി അച്ഛന്മാർക്കെതിരെ ക്രൂരമായിട്ടുള്ള മർദ്ദനം വന്നപ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ, ഞാൻ ലിജോ അച്ഛന്റെ വാക്കുകൾ നേരിട്ട് എൻ്റെ സ്നേഹിതൻ ഡിജോ വളരെ കൃത്യമായിട്ട് വിളിച്ച് ചോദിച്ച കാര്യങ്ങൾ അദ്ദേഹം എനിക്ക് ഇട്ടു തന്നു, ഞാനത് കേൾക്കുകയുണ്ടായി. അപ്പൊ അച്ഛൻ പറഞ്ഞു, ആ ദേശത്ത് കഴിഞ്ഞ 15 വർഷമായിട്ട് അച്ഛൻ പ്രവർത്തിക്കുന്നു, കൂടാതെ അച്ഛന്റെ സീനിയേഴ്സ് അവിടെ ഉണ്ട്, അവരുടെ ഡയസിസ് വർഷങ്ങളായിട്ട് അവിടെ ഉണ്ട്. അവിടെ ഈ 9 വീട്ടുകാർ, അച്ഛനും ഈ ജിജോ അച്ഛനും കൂടെ പോയ ആ സ്ഥലത്തെ 9 വീട്ടുകാര് ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ ക്രിസ്ത്യ വിശ്വാസത്തിൽ വന്നവരാണ്, അവരുടെ ഇടവകക്കാരാണ്. ആ ഇടവകക്കാരുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന നടത്താൻ ചെന്നതിനാണ് ഇത്ര ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അത് അവിടുത്തെ സംഭവം. ഇനി വേറൊരു സംഭവം കൂടെ, ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു സംഭവം പറയാം. നാളെ, അതായത് 9-ാം തീയതി, നമ്മുടെ സെന്റ് സേവിയേഴ്സ് കോളേജ് മുംബൈയിൽ, മഹാരാഷ്ട്രയിലാണല്ലോ അത്, മുംബൈയിലുള്ള സെന്റ് സേവിയേഴ്സ് കോളേജ് ഇന്ത്യയിലെ 10 കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് 10 കോളേജുകളിൽ ഒന്നായിട്ട് നിൽക്കുന്ന സെന്റ് സേവിയേഴ്സ് കോളേജില് ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ കോളേജില് നാളെ നമ്മുടെ ഫാദർ സ്റ്റാൻസാമിയുടെ ഒരു അനുസ്മരണ സമ്മേളനം നടത്താനായിട്ട് നിശ്ചയിച്ചിരുന്നു. അത് ഇന്റർറിലീജിയസ് ഫെയ്ത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്താൻ നിശ്ചയിച്ചിരുന്നതാണ്. എന്നാൽ ABVP വളരെ ശക്തമായിട്ട് അതിനെ എതിർക്കുകയും
നടത്താൻ പാടില്ല എന്ന് പറയുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ആര് ഭരിക്കുന്നോ ആ ഭരണാധിപന്മാർ പറയുന്നത് കേട്ട് നിങ്ങൾ ജീവിച്ചു കൊള്ളണം. ഇവിടെ പൗരന്മാരല്ല, നിങ്ങളെ വെറും പ്രജകളാണ്. നമുക്കറിയാമല്ലോ, തൃശ്ശൂരുള്ള നമ്മുടെ MP 2 പ്രാവശ്യമെങ്കിലും മിനിമം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ സഹപാനലിസ്റ്റൊക്കെ അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന പ്രജകൾ. അപ്പം ഈ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മുടെ രാജ്യത്തെ ഭരണാധിപന്മാർ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഈ ആറ്റിറ്റ്യൂഡ് എന്നാണോ ഇവരുടെ ഉള്ളിൽ നിന്ന് മാറുന്നത്, അന്ന് മാത്രമേ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുകയുള്ളൂ, അല്ലെങ്കിൽ ദൂരം കുറയുകയുള്ളൂ. ഇല്ലെങ്കിൽ ദൂരം അടുത്തടുത്ത് വരികയാണ്. ഇത് എല്ലാ സ്ഥലങ്ങളിലേക്കും പോവുകയാണ്. ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറയേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ കേരളത്തിലെ 2-3 ചാനലുകൾ, അത് സംഘപരിവാർ ചാനലിന് വേണ്ടി അല്ലെങ്കിൽ സംഘപരിവാർ കുടുംബത്തിന് വേണ്ടി എപ്പോഴും വാദിക്കുന്ന 2-3 ചാനലുകളിൽ പ്രധാനപ്പെട്ട ചില ആളുകൾ വന്നിരുന്ന് ഹിന്ദുത്വ വിഷയങ്ങളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ ക്രൈസ്തവ മിഷണറിമാർ വന്നിട്ട് ആകെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി. ഇത് പറയുന്നതിൽ ഒരു പ്രധാനി RSSന്റെ നേതാവാണ്. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ നേരത്തെ ആസിദ ഇത് ഇൻട്രോ പറഞ്ഞപ്പോൾ കുറുവടിയുടെ കാര്യം പറഞ്ഞു. കുറുവടി മാത്രമല്ല, തൊപ്പിയുമല്ല, ഒരു കാക്കി ട്രൗസർ ആയിരുന്നു മുമ്പ്, ഇപ്പൊ അത് പാൻസായിട്ട് നീളം കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ കാക്കി കണ്ടെത്തി അത് ഇന്ന് ഇവരൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരെന്ന് പറയുന്നത് ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്രിസ്ത്യൻ മിഷണറിയാണ്. അദ്ദേഹം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. മാംഗ്ലൂരിലാണത് അവരുടെ ആദ്യത്തെ ആസ്ഥാനം. അവിടുന്ന് ശേഷം കണ്ണൂരിലേക്കൊക്കെ വന്നാണ്. ജോണസ് ഹെല്ലർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് ഈ കാക്കി കളറ് കണ്ടെത്തുകയും അങ്ങനെ അന്നത്തെ അവിടുത്തെ ലോർഡ് റോബർട്ട്സ് എന്ന് പറയുന്നതായിട്ടുള്ള അദ്ദേഹം വന്നിട്ട് ഇത് നമ്മുടെ എല്ലാവരുടെയും അഥവാ എല്ലാ പോലീസുകാരുടെയും പട്ടാളക്കാരുടെയും ഒക്കെ യൂണിഫോമായിട്ട് മാറ്റുകയൊക്കെ ചെയ്ത് ഇത് കണ്ടെത്തിയത് ഒരു ക്രിസ്ത്യൻ മിഷണറിയാണ്. അപ്പം ഈ കാക്കി കണ്ടെത്തിയിരിക്കുന്ന ക്രിസ്ത്യൻ മിഷണറിയുടെ കാക്കിയൊക്കെ ഇവരെ കീറിക്കളയുമോ? അതാണ് എനിക്ക് ഒന്നാമത് ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ നാളെ മുതൽ ഇനിയും ഈ ഇവരുടെ റൂട്ട് മാർച്ചും പരിപാടികളൊക്കെ നടത്തുന്ന പരിപാടി ഉണ്ടല്ലോ RSSന്റെ, ഈ കുറുവടിയൊക്കെ കയ്യിലെന്തിക്കൊണ്ട് നടക്കുമ്പോൾ അവര് കാക്കിയിടാതെ ആ കാക്കിയെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഊരി കളഞ്ഞുകൊണ്ടായിരിക്കുമോ നടക്കുക? അങ്ങനെയാണെങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരവസ്ഥയായിരിക്കും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ഇവരെ സംബന്ധിച്ചോളം ഇവര് ഓടിട്ട വീടുകളിൽ പാർക്കാൻ തക്കവണ്ണം പ്രാപ്തരായത് ഇവിടുത്തെ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷണറിമാർ വന്നിട്ട് അവരുണ്ടാക്കിയ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ടൈൽസും ആ ഫാക്ടറിയും ഒക്കെ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചാണ്. അപ്പൊ ഇവിടെ ക്രൈസ്തവ മിഷണറിമാരോടുള്ള ഇവരുടെ പരമ പുച്ഛമായിട്ട് ഇവർ സംസാരിക്കുമ്പോൾ ഇവരെ അറിയാതെ തന്നെ അവരെ തുപ്പുകയാണ്, മലന്ന് കിടന്ന് തുപ്പുകയാണ്. കാരണം അവരുടെ ജീവിതത്തിൽ അവരിന്ന് അനുഭവിക്കുന്ന, ഇന്നയോളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളുടെയും ഉറവിടം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്നിട്ട് നമുക്ക് സംഭാവന ചെയ്തതാണ്. അതേ കാര്യം തന്നെയാണ് നോർത്ത് ഇന്ത്യയില്. നിങ്ങളിപ്പോ ഒന്ന് പോയി കഴിഞ്ഞാൽ അറിയാം, ഈ ഛത്തീസ്ഗഡിലാകട്ടെ ഒറീസയിലാകട്ടെ കുഗ്രാമങ്ങളിലേക്ക് മനുഷ്യർക്ക് കയറി ചെല്ലാൻ കഴിയല്ല. ഈ അടുത്ത സമയത്ത് ഒരാൾ ചാനൽ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ചോദിക്കുന്നത് കേട്ടു, ഈ ഇവര് CPMന്റെ മറ്റേ ML ഗ്രൂപ്പ്, അവര് അതിനെന്താ പറയാ, നിങ്ങള് നക്സലൈറ്റ് അല്ലെ, നക്സലൈറ്റ് ഗ്രൂപ്പുകൾ ഉള്ള സ്ഥലത്ത് അവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കോ പട്ടാളക്കാർക്കോ പോലീസുകാർക്കോ ഒന്നും കയറി ചെല്ലാൻ കഴിയല. പിന്നെ എങ്ങനെയാണ് ഈ കന്യാസ്ത്രീകൾക്കും ഈ പാതിരിമാർക്കും അച്ഛന്മാർക്കും ഒക്കെ കയറി ചെല്ലാൻ കഴിയുന്നത്? അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കൂട്ടം ജനങ്ങൾ ഉണ്ടെന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയതും ഈ പാതിരിമാരും ഈ സിസ്റ്റേഴ്സും ഒക്കെ അന്വേഷിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ്. താങ്കൾ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. അങ്ങനെയുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ ഈ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ജേക്ക് സി തോമസ്, ഛത്തീസ്ഗഡിൽ BJPയുടെ നേതാക്കൾ, അത് രാജ്യ ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ പോയതും ജയിലിന് മുന്നിൽ നിന്നതും ഞങ്ങളാണ് ഇറക്കിയത്, കേസ് കൊടുത്തത് ഞങ്ങളാണെങ്കിൽ ഇറക്കാനും ഞങ്ങൾക്ക് അറിയാമല്ലോ എന്ന മട്ടിൽ പ്രതികരിച്ചതും ഒക്കെ നാട് കണ്ടുപോയി. ഇല്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുമായിരുന്നു ഒരുപക്ഷെ BJPയുടെ ഇപ്പോൾ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന കൃഷ്ണദാസ് എന്ന പ്രതിനിധി. ഒഡീഷയെക്കുറിച്ച് അവർ അറിഞ്ഞിട്ടേയില്ല. ശ്രീ ജയ്ക്ക്, അല്ല, ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ചർച്ചയിൽ വന്നിരിക്കുന്ന സമയം മുതൽ അങ്ങ് ആവർത്തിച്ച് BJP പ്രതിനിധിയോടും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പലവിധ അനുഭവങ്ങളെയും വസ്തുതകളെയും മുൻനിർത്തി പലവിധ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ കാര്യങ്ങളും ചോദ്യങ്ങളും ഒന്നും ഈ നാട്ടിൽ സംഭവിച്ചതേ ഇല്ല എന്ന മനോഭാവത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. നമുക്ക് അത്ഭുതമില്ല. കാരണം എന്താണ്?
അത് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP പ്രതിനിധിയുടെ വ്യക്തിപരമായ ഒരു ന്യൂനത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യമായ എന്തെങ്കിലും ഒരു ശേഷിയില്ലായ്മ, അങ്ങനെയായിട്ട് നമ്മൾ ആരും കാണേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണ്, അദ്ദേഹം വന്നിരിക്കുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ലക്ഷണമൊത്ത പ്രതിനിധി എന്ന നിലയിലാണ്. ഇന്ത്യൻ RSSൻ്റെ പ്രതിനിധിയായി, അതിപ്പോൾ കൈരളിയിലാവട്ടെ ലോകത്ത് ഏത് മാധ്യമങ്ങളിലുമാവട്ടെ, ഇന്ത്യൻ സംഘപരിവാരത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഇത്തരം ഒരു വിഷയത്തെ തുടർന്നുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാൾക്കും ഈ ഉയർന്നു വന്ന വിഷയങ്ങളോട് വസ്തുതകളെ മുൻനിർത്തി സത്യസന്ധമായി അഭിമാനത്തോടുകൂടെ പ്രതികരിക്കാനുള്ള നിശ്ചയദാർഢ്യം, ധൈര്യം സംഘപരിവാർ പ്രതിനിധികളിൽപ്പെട്ട ഒരാൾക്കും ഉണ്ടായിരിക്കില്ല. അതിൻ്റെ ഒരു പ്രതീകമായി അദ്ദേഹം മാറി എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കുറ്റമായിട്ടോ ശേഷിയില്ലായ്മയായിട്ടോ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഇത്തരം പദ്ധതികളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു, ആദരണീയരായ ക്രിസ്തുമത വിശ്വാസികളായ കന്യാസ്ത്രീകൾ വന്ദനയും പ്രിയതയ്ക്കുമുണ്ടായ അനുഭവങ്ങളെ സംബന്ധിച്ച്, 19 വയസ്സുകാരനായ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരനുണ്ടായ അനുഭവങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മുടെ നാട് വലിയ രൂപത്തിൽ തന്നെ ചർച്ച ചെയ്തു. അത് ആശ്വാസികരമാണ്, തർക്കമേതുമില്ല, അത് ആശ്വാസികരമാണ്. പക്ഷെ പ്രത്യേകത എന്താണ്, ഇത്തരം ചർച്ചകൾ സംഭവിക്കുന്ന ഏതു ഘട്ടത്തിലും, ഈ ചർച്ചകൾ ഉണ്ടായി വന്നിട്ടില്ലാത്ത ഏത് ഘട്ടത്തിലും ഇന്ത്യയിലെ ഇടതുപക്ഷം, വിശിഷ്യ CPIM തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ കാര്യത്തിനകത്ത് ഇന്ത്യൻ സംഘപരിവാരം എന്ന ഇന്ത്യയിലെ ലക്ഷണമൊത്ത ഒന്നാമത്തെ തീവ്രവാദ സംഘം, അവരെ അങ്ങനെ വിശേഷിപ്പിച്ചത് ഞങ്ങളാരുമല്ല, ഗാന്ധി കൊലപാതകത്തെ തുടർന്ന് ഇന്ത്യയിലെ ലക്ഷണമൊത്ത ഒന്നാമത്തെ തീവ്രവാദ സംഘം എന്ന RSSനെ പരിമിതികളോട് കൂടെയെങ്കിലും വിശേഷിപ്പിച്ചത് ആദരണീയനായ നമ്മുടെ രാഷ്ട്രപതി KR നാരായണനാണ്, മലയാളിയായ KR നാരായണനാണ്. എന്തുകൊണ്ടാണ് അവരുടെ ഈ ഗൂഢപദ്ധതിയെ സംബന്ധിച്ച് നമ്മൾ എല്ലായ്പ്പോഴും ഓർമ്മിപ്പിക്കാൻ കാരണം, ഇന്റേണൽ ത്രെറ്റ്സ് എന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ വേദപുസ്തകമായി അവർ കരുതുന്ന പുസ്തകത്തിൽ അതിൻ്റെ രചയിതാവ് അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം പറഞ്ഞിരിക്കുന്നു, തങ്ങൾ ആഗ്രഹിക്കും വിധം ഇന്ത്യയെ ലക്ഷണമൊത്ത ഒരു മതരാഷ്ട്രമാക്കി മാറ്റണമെങ്കിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും, ഒപ്പം അതിൽ ലിഖിതമല്ലാത്ത അലിഖിതമായ ഒരു വസ്തുത എന്ന വണ്ണം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൗരി ലങ്കേഷ് മുതൽ നരേന്ദ്ര ദബോൽക്കർ വരെ പേര് പരിശോധിച്ചാൽ പേരിലൂടെ വെളിവാക്കപ്പെടുന്നതാണ് മതവിശ്വാസത്തിൻ്റെ ഭ്രംശമെങ്കിൽ ആ മതവിശ്വാസം പരിശോധിച്ചാൽ ഹിന്ദു മതവിശ്വാസികളെന്ന് പൊതുവിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഇക്കൂട്ടരെ പോലും യാതൊരു മടിയുമില്ലാതെ ഇന്ത്യൻ സംഘപരിവാരം കൊന്നൊടുക്കിക്കൊണ്ടേയിരിക്കുന്നു. തങ്ങളുടെ മതരാഷ്ട്ര സംസ്ഥാപനമെന്ന വിശാല പദ്ധതിയുടെ ഭാഗമായിട്ട് തങ്ങൾക്ക് അനഭിമിതരായി ആരൊക്കെ നിൽക്കുന്നുണ്ടോ അവരെയൊക്കെ കൊന്നൊടുക്കി ആ നിരപരാധികളുടെ രക്തപങ്കിലമായ തെരുവുകളിലൂടെ അധികാരത്തിലേക്ക്, മതരാഷ്ട്രത്തിലേക്ക് ജൈത്രയാത്ര നടത്തുക എന്നുള്ളതാണ് ഈ തീവ്രവാദ സംഘത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. അതുകൊണ്ട് പേരുകൾ മാറിക്കൊണ്ടേയിരിക്കും. ദുർഗാ ജയിലും ഛത്തീസ്ഗഡും, കാന്തമാലും ഒറീസയും, മണിപ്പൂരും ചുരാചന്ദ്പൂരും, ഫത്തേപൂർ സിക്രിയും UPയും, മധുരയും നോർത്ത് ദില്ലിയും, കോയമ്പത്തൂരും മഹാരാഷ്ട്രയും മലേഗാവും, ഇന്നിപ്പോൾ നമ്മൾ ഒത്തുചേരുന്ന ഈ സമയത്ത് അതൊരു പുതിയ പേരായ ഒഡീഷ, ഫാദർ ജിജോയും ഫാദർ ലിജോയും ഉൾപ്പെടെയുള്ള പുതുപേരുകൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. നമുക്കെല്ലാവർക്കും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ, മറ്റൊന്നും മാറുന്നില്ല. ഈ പേരുകൾ ഇന്നത്തെ ദിവസത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. 2 ദിവസങ്ങൾക്ക് പുറകിൽ അത് ആദരണീയായ സിസ്റ്റർമാരായിട്ടുള്ള വന്ദനയും പ്രീതയുമായിരുന്നുവെങ്കിൽ, അല്പ ദിവസങ്ങൾക്ക്, മാസാന്തരങ്ങൾക്ക് പുറകിൽ ബഹുമാനപ്പെട്ട വൈദികൻ ഇവിടെ സൂചിപ്പിച്ച ഫാദർ സ്റ്റാൻ സ്വാമിയായിരുന്നുവെങ്കിൽ, അതിനെത്രയോ വർഷാന്തരങ്ങൾക്ക് പുറകിൽ ഇതേ ഒഡീഷയുടെ സംസ്ഥാനങ്ങൾക്ക് സമീപത്ത് വെച്ച് കൊല ചെയ്യപ്പെട്ട ഗ്രഹാം സ്റ്റെയിൻസും 4ഉം 7ഉം വയസ്സുള്ള ഫിലിപ്പും തിമോത്തിയുമായിരുന്നുവെങ്കിൽ, അതിൻ്റെയും മാസാന്തരങ്ങൾക്കിപ്പുറേ നമ്മൾ ഒത്തുചേരുന്ന സമയത്തെ ഒരു തിരുവോണാഘോഷത്തിൻ്റെ നടുവിൽ അത് ഗൗരി ലങ്കേഷ് ആയിരുന്നുവെങ്കിൽ, അതിന് തൊട്ടുമുമ്പ് നരേന്ദ്ര ദബോൽക്കർ ആയിരുന്നുവെങ്കിൽ, കടാരക്കത്തിയും തോക്കിൻ്റെ മുനമ്പും ഒറ്റ സംഘത്തിൻ്റെതാണ്, അത് ഇന്ത്യൻ സംഘപരിവാരത്തിൻ്റെതാണ്. സ്ഥലനാമങ്ങളും വ്യക്തികളും മാറിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഇതിൻ്റെ വേരുകളിൽ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ വേരുകളിൽ എപ്പോൾ നമുക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയുന്നോ അപ്പോൾ മാത്രമാണ് മാനായും മാരീചനായും പാർലമെന്റ് ഇലക്ഷനിലും ഈസ്റ്ററിന്റെ സമയത്തും അരമനകളിലേക്ക്, എൻ്റെയും നിങ്ങളെയും അകത്തളങ്ങളിലേക്ക് M. മുകുന്ദൻ സമീപത്തെഴുതിയ കഥയുടെ രൂപം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ വീടിൻ്റെ തൊട്ടുമുമ്പിൽ ഒരവസരം തക്കം പാർത്ത് ഈ സംഘം നമ്മളുടെ വീടിൻ്റെ തൊട്ടുമുമ്പിൽ കിടക്കുന്നുണ്ട്. അച്ഛനിവിടെ സൂചിപ്പിച്ചു യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫണ്ടിൻ്റെ കണക്കുകളെ സംബന്ധിച്ച് വളരെ പ്രസക്തമാണ്, വളരെ ശരിയാണ്. പക്ഷേ ദീപിക അവിടെ എഴുതിയ എഡിറ്റോറിയലിലെ ഒരു വാചകം ഞാൻ ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. അത് ഈ നിരാശയുടെ നടുവിലും നക്ഷത്രങ്ങളുടെ ചിരി കാണാൻ കഴിയുമെന്ന് പണ്ട് ദാർവിസ് കവിത എഴുതിയതുപോലെയാണ്. കാരണം എന്താണ്, ഈ നിരാശയുടെ തുരങ്കത്തിൻ്റെ നടുവിലും കത്തോലിക്ക സഭയുടെ മുഖമാസികയായ മുഖപത്രമായ ദീപിക എഴുതി, കേരളത്തിൻ്റെ മുത്തശ്ശിപത്രം എന്ന് പറയാൻ കഴിയുന്ന ദീപിക എഴുതി, ഇന്ത്യയിൽ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ, ആത്യന്തികമായി മതനിരപേക്ഷവാദികൾ, അതിനുമപ്പുറേ
മനുഷ്യത്വം രാഷ്ട്രീയമായി ഉയർത്തിപ്പിടിക്കുന്നവർ അക്രമമേറ്റു വാങ്ങേണ്ട വന്നിട്ടില്ലാത്ത, ആ ഗതികേട് അനുഭവിക്കേണ്ട വന്നിട്ടില്ലാത്ത ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം, ആ സംസ്ഥാനം കേരളമാണ്. ഇത് പറയുമ്പോൾ അത് CPIM-ന്റെ ഇടതുപക്ഷത്തിന്റെ ഒരു മേനി അങ്ങനെയല്ല ഞാനിതിവിടെ പറയുന്നത്. മറിച്ച് എന്തുകൊണ്ടാണ് ഞാനിതിവിടെ പറയാൻ ഒറ്റ കാരണമേ ഉള്ളൂ. കേരളത്തിലാണ് ഇന്ത്യൻ RSS അവകാശപ്പെടുന്നത് ഇന്ന് ഫാദർ ലിജോയെയും ജിജോയെയും ആക്രമിക്കാൻ ശ്രമിച്ചവർ, സിസ്റ്റർമാരായ വന്ദനയും പ്രീതയും ജയിലിലടയ്ക്കാൻ ശ്രമിച്ചവർ, മേൽ സൂചിപ്പിച്ച നഗരങ്ങളെയും ഗ്രാമങ്ങളെയും പേരുകരയും ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുടെ ശക്തിയുണ്ട് എന്ന് ഓർഗനൈസർ അവകാശപ്പെടുന്ന കേരളത്തിലാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇവിടെ ഇത് സംഭവിക്കുന്നില്ല? ആരാധനാലയങ്ങളുടെ മണ്ണുമാന്തി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ കൊണ്ട് ഒരു ശിലാഫലകം കണ്ടെത്തി ആരാധനാലയങ്ങൾ തകർത്ത് നിരപരാധികളുടെ ഹൃദയരക്തമൊഴുകുന്ന വർഗീയ കലാപങ്ങളുടെ, കൂട്ടക്കൊലപാതകങ്ങളുടെ, കണ്ണീരിന്റെ അനുഭവം എന്തുകൊണ്ട് ഇന്ത്യൻ RSS ഏറ്റവും ശക്തി കേരളത്തിൽ ഉണ്ടായിട്ടും ഉണ്ടാകുന്നില്ല? അവിടെയാണ് ഞാൻ തുടങ്ങുന്നിടത്ത് അവസാനിപ്പിക്കുന്നു. ഈ വർഗീയ രാഷ്ട്രീയത്തെ അതിന്റെ വേരുകളിൽ അഭിസംബോധന ചെയ്യാൻ മലയാളിക്ക് കഴിയുന്നു അല്ലെ? ഇന്നിപ്പോ ട്രംപിന്റെ അധിക ചുങ്കത്തിനെതിരെ കേരളത്തിന്റെ തെരുവുകളിൽ എമ്പാടും സമരം നടക്കുകയാണ്. പരിഹാസ്യമായ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നവർക്ക് ചോദിക്കാം, കേരളത്തിൽ പ്രകടനം നടത്തിയാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഭയപ്പെടുമോ? ഗസയ്ക്ക് വേണ്ടിയും പലസ്തീന് വേണ്ടിയും നമ്മൾ സമരമിറങ്ങിയപ്പോൾ ഇതേ ചോദ്യം കേട്ടതാണ്. ഗസയിൽ മരിക്കുന്നവർ കേരളത്തിൽ സമരം കേട്ടാൽ ആ കൊലപാതക പരമ്പര അവർക്ക് നേരെയുള്ളത് അവസാനിപ്പിക്കുമോ? മണിപ്പൂരിന് വേണ്ടി നമ്മൾ സമരമിറങ്ങി, ഗസയ്ക്ക് വേണ്ടി നമ്മൾ സമരമിറങ്ങി, ഇപ്പോഴത്തെ ഛത്തീസ്ഗഡിന് വേണ്ടി സമരമിറങ്ങുന്നു, ഒഡീഷയ്ക്ക് വേണ്ടി സമരമിറങ്ങുന്നു, ചുരാചന്ദ്പൂരിന് വേണ്ടി സമരമിറങ്ങുന്നു. ദുർഗാജിയിൽ അടക്കപ്പെട്ട കന്യാസ്ത്രീകൾക്കും ഇന്ന് അക്രമം ഏറ്റുവാങ്ങേണ്ട വന്ന ഫാദർ ലിജോയ്ക്കും ജിജോയ്ക്കും വേണ്ടി നമ്മൾ സമരമിറങ്ങുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കേരളം, നമ്മുടെ ഗ്രാമം ഇതേപോലെ ആവാതിരിക്കാൻ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ ഇവർക്കെതിരെ 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 എന്ന് ശക്തിയുക്തം നമുക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് വേരുകളിൽ അഭിസംബോധന ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ്. ഇത് താൽക്കാലികമായി ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൽപ്പെട്ടവരോ ഏതെങ്കിലും ഒരു ഗ്രാമമോ ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിനോ അപ്പുറം ഇത് നമ്മുടെ നാടിനെയാകെ വിളങ്ങുന്ന വർഗീയ വിപത്തിന്റെ വിപുല പദ്ധതിയുടെ ഒരു ഘട്ടം മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവരെ സമ്പൂർണ്ണ സാമൂഹ്യ ബഹിഷ്കരണത്തിന് വിധേയമാക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ പ്രശ്നത്തെ ആത്യന്തികമായി നേരിടാൻ കഴിയുക. ശരി, ഞാൻ മടങ്ങി വരാം. ശ്രീ ജേക്സി തോമസ്, പി കൃഷ്ണദാസ, ഛത്തീസ്ഗഡിലും ഒഡീഷയിലും രണ്ടിടത്തും കന്യാസ്ത്രീകളെ വൈദികരെ ആക്രമിച്ചത് ബജ്രംഗ് ദളാണ്. നമ്മൾ കഴിഞ്ഞ ഒന്നാം ഘട്ടത്തിൽ അത് പറഞ്ഞാണ് തുടങ്ങിയതും അത് പറഞ്ഞാണ് പിരിഞ്ഞതും. അപ്പോൾ ബജ്രംഗ് ദളിന്റെ ആക്രമണം, ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ അവിടെ ഒരു പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കുകയും ആ കേസ് അന്വേഷിക്കുകയും അത് കോടതിയിലേക്ക് പോകുകയും അല്ല ഉണ്ടായത്. ഒഡീഷയിൽ കേസ് പോലും ഉണ്ടായില്ല. പക്ഷേ രണ്ടിടത്തും ബജ്രംഗ് ദൾ ആ വൈദികരെ, കന്യാസ്ത്രീകളെ ആക്രമിച്ചു, അല്ലെങ്കിൽ അവർക്കെതിരെ ആക്രോശവുമായി എത്തി എന്നുള്ളതാണ്. ഛത്തീസ്ഗഡിലെ ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ? അത് ജ്യോതി ശർമ്മ എന്ന ബജ്രംഗ് ദൾ നേതാവായിരുന്നു. അങ്ങനെ ഒരാളെ തള്ളി പറയാനാകില്ലല്ലോ താങ്കൾക്ക്, അവർ ബജ്രംഗ് ദളിന്റെ നേതാവാണ്. അപ്പോൾ അത് ചോദ്യം ചെയ്യാൻ, ക്രൈസ്തവരെ തടഞ്ഞു വെക്കാൻ, കന്യാസ്ത്രീകളെയും വൈദികരെയും തടഞ്ഞു വെക്കാൻ ജ്യോതി ശർമ്മ ആരാണ്? അവരുടെ ബാഗുകളൊക്കെ പരിശോധിക്കാൻ ജ്യോതി ശർമ്മ ആരാണ്? ഒഡീഷയിലേക്ക് എത്തുമ്പോഴും സമാനമായ രീതിയിലാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. ഇവിടെ ക്രൈസ്തവ വിശ്വാസികളെ ആ നിലയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ലത്രേ. ഈ ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ചാണ് അവർ ഈ പറയുന്നതെന്ന് ഓർക്കണം ശ്രീ കൃഷ്ണദാസ്. അസിത, ഞങ്ങൾ കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണല്ലോ BJP. ഞങ്ങൾക്ക് MLA ഇല്ല, ഒരു MP മാത്രമാണ് കേരളത്തിൽ നിന്ന് BJPക്കുള്ളത്. അപ്പോൾ പോലും കേരളത്തിലെ ഒരു മതമേലധ്യക്ഷന്മാരെയും, അത് പാലായിലാണെങ്കിലും ഇനി മറ്റേതെങ്കിലും സ്ഥലത്താണെങ്കിലും അതിന് താമരശ്ശേരിയിലാണെങ്കിലും ഒരു സ്ഥലത്തുമുള്ള പിതാക്കന്മാരെ ഏതെങ്കിലും തരത്തിൽ ഒരു വാക്കുകൊണ്ട് പോലും മുറിവേൽപ്പിക്കുന്ന തരത്തിൽ ഒരു നടപടിയോ ഒരു പ്രസ്താവനയോ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എനിക്ക് ഫാദർ ജോൺസണോട് സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞൊരു 10 വർഷക്കാലത്തെ കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള, പള്ളികൾക്കെതിരെ നടന്നിട്ടുള്ള അക്രമങ്ങളും പ്രസ്താവനകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളും അങ്ങൊന്ന് പരിശോധിക്കണം. എനിക്കത്രേ പറയാനുള്ള അങ്ങയോട് എനിക്ക് തർക്കിക്കാൻ ആവതില്ല, എനിക്കതിൻ്റെ ആവശ്യവുമില്ല. പിന്നെ അങ്ങയെ ഒരു കാര്യം കൂടി എൻ്റെ അറിവിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അങ്ങയോട്. എൻ്റെ പ്രിയ സുഹൃത്ത്, ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി, എനിക്ക് വ്യക്തിപരമായി അറിയില്ലാത്ത കാര്യങ്ങൾ ഞാൻ ഒരിക്കലും പറയാറില്ല. പക്ഷേ എനിക്ക് വ്യക്തിപരമായി വായിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ബഹുമാനപ്പെട്ട ഫാദർ ജോൺസൺ, അങ്ങ് റഷ്യയുടെയും ചൈനയുടെയും ചരിത്രമൊന്ന് പരിശോധിക്കണം. ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ
രാജ്യം ഭരിച്ചിരുന്ന അടക്കി ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ റഷ്യയിലും ചൈനയിലും ഉണ്ടായിട്ടുള്ള പ്രത്യേകിച്ച് ക്രിസ്തീയ മതവിഭാഗങ്ങൾക്കെതിരായി നടന്നിട്ടുള്ള അക്രമങ്ങൾ ആ ഭരണകൂടങ്ങൾക്ക് അത് 1950കളുടെ കാലഘട്ടത്തിലാണെങ്കിലും 60കളുടെ കാലഘട്ടത്തിലാണെങ്കിലും ആ രാജ്യങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ചരിത്രം അങ്ങ് കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തോടെങ്കിലും ഒന്ന് പറയാൻ ശരി കൃഷ്ണദാസ്, ചൈനയിൽ ജീവിക്കാനുള്ള അവകാശത്തെ കുറിച്ചല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മതേതരമെന്ന് വിളിക്കുന്ന ഇന്ത്യയിൽ ജീവിക്കാനുള്ള അവകാശമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ശ്രീ കൃഷ്ണദാസ്, മതേതരമെന്ന് വിളിക്കുന്ന ഇന്ത്യയിൽ ജീവിക്കാനുള്ള അവകാശമാണ് ഓരോ ന്യൂനപക്ഷത്തിനും വേണ്ടത്. താങ്കൾ അപ്പോൾ അങ്ങനെ ചൈന കൊറിയ എന്നൊന്നും പറഞ്ഞു പോകല്ലേ. ചൈന കൊറിയ എന്നൊന്നും പറഞ്ഞ് ഇവിടെ ആരും വരട്ടല്ലേ ശ്രീ കൃഷ്ണദാസ്. എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ. ശ്രീ കൃഷ്ണദാസ്, ഛത്തീസ്ഗഡിൽ നമ്മൾ കണ്ടത് ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മയെ, ഒഡീഷയിൽ നമ്മൾ കാണുന്നത് ബജ്രംഗ് ദൾ നേതാക്കളെ. മറുപടി ഉണ്ടോ? പറയൂ. വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ച ബജ്രംഗ് ദൾ നേതാക്കൾ ഇന്ത്യയിലെ സാഹചര്യമാണ് ചോദിക്കുന്നത്. നിങ്ങളല്ലേ ഭരിക്കുന്നത്, അവരെയെങ്കിലും നിലയ്ക്ക് നിർത്താനാകുമോ? പിന്നെ പോകാം ചൈനയിലും കൊറിയയിലും ഒക്കെ. ഞാൻ അസിതയോട് തിരിച്ചു ചോദിച്ചത്, ഞാൻ അതുകൊണ്ടാണല്ലോ തുടക്കത്തിൽ വളരെ സൗമ്യമായി പറഞ്ഞത്, കേരളത്തിൽ പാലയിലെ പിതാവിനെതിരായി ഇനി താമരശ്ശേരിയിലെ പിതാവിനെതിരായി പറഞ്ഞ ആളുടെ പേര് ഞാൻ പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞോളൂന്നേ, നിങ്ങൾ വാക്കുകൊണ്ട് പറയാതെ അവരെ ഇങ്ങനെ ക്രൂരമായി വേട്ടയാടുകയല്ലേ. വേണ്ടെന്നേ, നിങ്ങൾ പറയുന്നേ, എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾ പറയൂ. നിങ്ങൾ വാക്കുകൊണ്ടാണോ സംസാരിക്കുന്നത്? അല്ലല്ലോ, നിങ്ങൾ വാളുകൊണ്ടല്ലേ സംസാരിക്കുന്നത്, നിങ്ങൾ തോക്കുകൊണ്ടല്ലേ സംസാരിക്കുന്നത്. ആ കൂട്ടരോടാണ് ചോദ്യം. അല്ല, മണ്ടത്തരവും ആഭാസത്തരവും പറയരുതൊരു ചർച്ചയിൽ. ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നത് ആരാണ് ശ്രീ കൃഷ്ണദാസ്? അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് കണക്കുകൾ എണ്ണി പറയാം. ഞാൻ ചരിത്രത്തിലേക്കും ഇന്ത്യയുടെ കാര്യം ചോദിക്കുമ്പോൾ കൊറിയയിലേക്കും ചൈനയിലേക്കും ഒന്നും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ ചോദ്യം ഇവിടെ ഇപ്പോൾ ചർച്ചയുടെ വിഷയം ഛത്തീസ്ഗഡും ഒഡീഷയും ആണെങ്കിൽ ഛത്തീസ്ഗഡിൽ അവരെ ആക്രമിച്ച ജ്യോതി ശർമ്മ ആരാണ്? ഛത്തീസ്ഗഡിൽ ജ്യോതി ശർമ്മ ആക്രമിക്കുന്നത് ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ജ്യോതി ശർമ്മ ബജ്രംഗ് ദൾ നേതാവാണോ? താങ്കൾക്ക് തള്ളി പറയാൻ സാധിക്കുമോ? ഒഡീഷയിൽ അവരെ സംഘം ചേർന്ന് തടഞ്ഞു വെക്കുന്നത് ബജ്രംഗ് ദളാണ്. ബജ്രംഗ് ദൾ എന്നാണ് അവർ പറയുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ക്രൈസ്തവരെ അതിനനുസരിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അതിന് മറുപടി ഉണ്ടോ? BJP ഭരിക്കുന്ന ഇന്ത്യയെ കുറിച്ചാണ് ചോദ്യം. ഈ ചർച്ചയിൽ അങ്ങയുടെ കയ്യിലിരിക്കുന്ന പത്രത്തിലുള്ള പേപ്പറിലുള്ള കാര്യങ്ങൾ ആവേശത്തോടു കൂടി പറഞ്ഞ് ചർച്ച വിജയിച്ചു എന്ന് പറഞ്ഞു പോകാനാണെങ്കിൽ അങ്ങേക്കത് ചെയ്യാം. ഞാൻ അങ്ങയോട് രണ്ട് കാര്യങ്ങളെ തിരിച്ചാവശ്യപ്പെടുന്നുള്ളൂ. ഒന്ന്, അവിടുത്തെ FIRന്റെ കാര്യം ഞാൻ ചോദിച്ചു, അങ്ങ് അതിന് ഉത്തരം പറഞ്ഞില്ല. അങ്ങയുടെ കയ്യിലുണ്ടല്ലോ ആ വിവരങ്ങൾ, അങ്ങ് അത് പറഞ്ഞില്ല. ഇനി തിരിച്ച് ഞാൻ ചോദിക്കുന്നത്, അങ്ങീ പറയുന്ന കേസുകളുണ്ടല്ലോ, അങ്ങീ വാദവരാതെ നിരന്തരമായി ആവേശത്തോടു കൂടി പറയുന്ന വിഷയങ്ങൾ, അതിൽ ഏത് BJP-ക്കാരാണെന്ന് പ്രതിയായിട്ടുള്ളത്? അല്ല, അതാണ് ഇവിടെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഓരോ ഘട്ടത്തിലുണ്ടല്ലോ. ചിലപ്പോൾ നിങ്ങൾ ഹിന്ദു മഹാസഭ എന്ന് പറയും, ചിലപ്പോൾ നിങ്ങൾ ഹനുമാൻ സേന എന്ന് പറയും, ചിലപ്പോൾ നിങ്ങൾ ബജ്രംഗ് ദൾ എന്ന് പറയും, ചിലപ്പോൾ നിങ്ങൾ സംഘപരിവാർ എന്ന് പറയും, RSS എന്ന് പറയും. ആത്യന്തികമായി ഒറ്റ പേരേ ഉള്ളൂ. അത് ന്യൂനപക്ഷ വിരുദ്ധതയാണ്. സുഹൃത്തെ, നോക്കൂ, എന്റെ ചോദ്യം വളരെ ഡയറക്റ്റ് ആണ്. ശ്രീ പി കൃഷ്ണദാസ്, ഇപ്പോഴിതാ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയുടെ അടക്കം പശ്ചാത്തലം ഒന്ന് പരിശോധിച്ചാൽ മതി. അപ്പോൾ മനസ്സിലാകും ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഒക്കെ കേസിലെ പ്രതികൾ ആരാണെന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു പോകാൻ നോക്കൂ. ഞാൻ താങ്കളെ ചർച്ചയ്ക്ക് ക്ഷണിക്കുമ്പോൾ ഞാൻ താങ്കളോട് വളരെ വ്യക്തമായി പറഞ്ഞു, ഇന്നത്തെ ചർച്ചാ വിഷയം ഒഡീഷയാണ്. ഒഡീഷയെ കുറിച്ച് ഒരു വാക്ക് പറയാൻ താങ്കൾക്ക് സാധിക്കാത്തത് എന്താണ്? ഛത്തീസ്ഗഡിൽ ദൃശ്യങ്ങളല്ലേ ഞാൻ താങ്കളുടെ മുന്നിൽ കാണിക്കുന്നത്. അവിടെ ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾ പറയുന്നു ബജ്രംഗ് ദൾ ഞങ്ങളെ ആക്രമിച്ചു. താങ്കൾക്ക് അപ്പോൾ അത് ആരോ ആണ്, താങ്കൾ അറിഞ്ഞിട്ടില്ലാത്ത ആളാണ്, താങ്കൾ കേട്ടിട്ടില്ലാത്ത ആളാണ്. ഇതാ ഞാൻ ആ ദൃശ്യങ്ങൾ താങ്കളെ കാണിക്കുന്നു. ഛത്തീസ്ഗഡിൽ മുൻപിൽ നിൽക്കുന്നു ജ്യോതി ശർമ്മ. താങ്കൾക്ക് തള്ളിപ്പറയാൻ സാധിക്കുമോ അവരെ? ഒഡീഷയിൽ മുന്നിൽ നിൽക്കുന്നു ബജ്രംഗ് ദളിന്റെ പ്രവർത്തകർ, ബജ്രംഗ് ദളിന്റെ നേതാക്കൾ. അവർ ആക്രോശിക്കുകയാണ് ആ സാധുക്കൾക്ക് നേരെ. താങ്കൾ എന്താണ് പറയുന്നത്? BJP ഭരിക്കുന്ന ഇന്ത്യയാണ്. പറയൂ, ചൈനയും കൊറിയയുമല്ല, BJP ഭരിക്കുന്ന ഇന്ത്യ. മറുപടി ഉണ്ടോ? എന്ത് പറയാൻ? ഞാൻ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ രാജ്യം ഭരിച്ച കാലഘട്ടത്തിലും സംസ്ഥാനം ഭരിക്കുന്ന സമയത്തും പാലാ ബിഷപ്പിനെതിരെയും താമരശ്ശേരി ബിഷപ്പിനെതിരെയും സമുന്നതരായിട്ടുള്ള CPM നേതാക്കന്മാർ നടത്തിയ പ്രസ്താവനകളുടെ കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഛത്തീസ്ഗഡിൽ പോയി ഇങ്ങനെ ആക്രമിക്കുമോ? ഞാൻ ഫാദർ ജോൺസണോട് ആവശ്യപ്പെട്ടു. എല്ലാ ഘട്ടത്തിലും വിയോജിപ്പുകൾ, അത് സുഹൃത്തെ, അത് പാതിരികൾക്ക് നേരെ വിയോജിപ്പുകൾ പറയരുത് എന്നുള്ള ഒരു അലിഖിത നിയമവും ഈ രാജ്യത്തില്ല. എല്ലാ ഘട്ടത്തിലും അത് പറയും, എല്ലാ നേതാക്കളും പറയും, താങ്കളും പറയൂ, ഞാനും പറയും. അതാണ് ഈ രാജ്യത്തിന്റെ മതേതരത്വം.
വാക്കുകൾ കൊണ്ട് പറയുന്നതിനെ കുറിച്ചല്ല ചോദിക്കുന്നത്. ജ്യോതി ശർമ്മ, താങ്കൾ എന്താണ് ആ പേരിനെ കുറിച്ച് മിണ്ടാത്തത്? ഒഡീഷയിൽ അങ്ങനെ എത്ര പേരാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്? എന്താണ് താങ്കൾ മിണ്ടാത്തത്? ഇനി അത് പോലീസാണ് അവിടെ കേസെടുത്തതെങ്കിൽ അവരെ ആക്രമിച്ചവർക്കെതിരെ എവിടെ കേസ്? അസിത, വെറുതെ ചാനൽ ചർച്ചയിലിരുന്ന് ആവേശം കൊണ്ട് മണ്ടത്തരം പറയല്ലേ. നിങ്ങൾ ആ തരത്തിൽ ഏതെങ്കിലും ഒരു അക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അക്രമത്തിന് FIR ഉണ്ടോ, പരാതി ഉണ്ടോ, അങ്ങനെ ഒരു കേസുണ്ടോ? ആ കേസുണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് തിരിച്ചു അല്ല, താങ്കൾ പിന്നെ എന്തിനാണ് ചർച്ചയിൽ വന്നത്? ഇല്ലാത്ത കേസ്, ഇല്ലാത്ത FIR, ഇല്ലാത്ത കേസ്, പിന്നെ എന്തിനാണ് താങ്കൾ ചർച്ചയിൽ വന്നത്? അപ്പോൾ ഏത് കേസാണ് കഴിഞ്ഞ ദിവസം കോടതി പരിഗണിച്ചത്? സംശയത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുത്തത് ഏത് കേസാണ്? ആ കേസിന് ആധാരം എന്താണ്? 3 പെൺകുട്ടികളായിരുന്നോ? ആ പെൺകുട്ടികളിൽ ഒരാളുടെ പ്രതികരണമായിരുന്നു ആദ്യം കേൾപ്പിച്ചത്. ആ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ തടഞ്ഞു വെച്ച ജ്യോതി ശർമ്മയെ കുറിച്ചാണ് ചോദ്യം. അറിയാമോ ജ്യോതി ശർമ്മയെ? ഞാൻ അതുകൊണ്ടാണ് അങ്ങ് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴും ഞാൻ അതിന്റെ നിയമപരമായ വശം ചോദിച്ചത്. അങ്ങക്ക് അത് പറയാനല്ല താല്പര്യം, അങ്ങയുടെ കയ്യിലിരിക്കുന്ന വിഷ്വൽസ് മാത്രം പറഞ്ഞുകൊണ്ട് പറയാനാണ് ഞാൻ അങ്ങയോട് തിരിച്ചു ചോദിച്ചത്. പോലീസ് എടുത്തിട്ടുള്ള കേസിൽ FIRലെ പരാതിക്കാരാണ്, ആ പരാതിയുടെ സെക്ഷൻസ് ഏതാണ്, അതിലെ പ്രതികൾ ആരാണ്? അപ്പോൾ ജ്യോതി ശർമ്മയാണോ അവിടെ പോലീസ്? അപ്പോൾ ശരി, ക്ലിയർ. ഛത്തീസ്ഗഡിൽ ജ്യോതി ശർമ്മ എന്ന പോലീസുകാരി അല്ലെങ്കിൽ NIAയുടെ ഏറ്റവും മുതിർന്ന പ്രവർത്തക, അവർ ഇതാ ആ പ്രതികളെ ചോദ്യം ചെയ്യുകയാണ്. അതാണ് നമ്മൾ കണ്ടത്. ശരി, ഇനി ചർച്ചയില്ല. ജേക്സി തോമസ്, അപ്പോൾ ഇതാണ് വർത്തമാനകാല ഇന്ത്യയുടെ സാഹചര്യവും യാഥാർത്ഥ്യവും. ഞാൻ അതാണ് പറഞ്ഞത്. ഒരു പക്ഷേ ഛത്തീസ്ഗഡിൽ ഇത്ര വലിയ സംഭവങ്ങൾ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇവർ അതിനെ മുഴുവൻ തള്ളി പറഞ്ഞേനെ. അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറഞ്ഞേനെ. ഒഡീഷയെ കുറിച്ച് ആരും ഇതുവരെ മിണ്ടിയിട്ടില്ല, ഒരു BJP നേതാവ് പോലും. അപ്പോൾ ചോദിക്കുന്നത് എന്താണ്? ഏതൊക്കെയോ സഭാ അധ്യക്ഷന്മാർക്കെതിരെ CPMO ആരൊക്കെയോ ഇവിടെ പ്രസ്താവനകൾ നടത്തിയെന്നുള്ളതാണ്. എന്താണ്, അങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്താൻ പാടില്ലാത്ത രാജ്യമാണോ ഇത്? അല്ലെങ്കിൽ ഇന്നലെ വരെ ആ സഭയ്ക്കെതിരായ എല്ലാ വിയോജിപ്പുകളും റദ്ദ് ചെയ്തിട്ടാണോ ഇന്ന് നിങ്ങൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്? ശ്രീ ജേക്സി തോമസ്, ഏതാണ് ആരൊക്കെ ഉള്ളത്? അല്ലെ ഏതൊക്കെ ആരൊക്കെയാണുള്ളത്? അതെ, ഞാൻ തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള സംശയങ്ങളിലേക്ക് വരാം. ഇപ്പൊ ഞാൻ വിശദമായി അത്തരം ചരിത്രത്തിലേക്കൊക്കെ പോയാൽ എണ്ണിയാലൊടുങ്ങാത്ത പേരുകളെയും ചരിത്ര സന്ദർഭങ്ങളെയും ഒക്കെ സംബന്ധിച്ച് നമുക്ക് ദീർഘമായ സംവാദം സാധ്യമാണ്. ഇപ്പോ സഭയും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ലോകത്ത് എത്രയോ സ്ഥലങ്ങളിൽ സൗരഭ്യമാർന്ന സംവാദം നടന്നതായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ്? അപ്പോ സൗരഭ്യമാർന്ന ഒരു കേസും ഒരു പേരും പറയും. കേരളത്തിലെ ഒരു കേസും ഒരു പേരും നൂറുകണക്കിന് വരുന്ന അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നു നിങ്ങൾ താമരശ്ശേരി നൂറുകണക്ക് അവിടെ നിൽക്കട്ടെ. ഞാൻ അങ്ങയോട് കേരളത്തിൽ നിങ്ങൾ ഭരിക്കുമ്പോഴുള്ള ഒരു കേസ് പറ, ഒറ്റ കേസ്. നിങ്ങളുടെ സർക്കാരാണല്ലോ, നിങ്ങളുടെ സർക്കാർ എടുത്തിട്ടുള്ള ഒരു കേസ് പറ. BJP ഒരു കേസ് പറ, ഒരു കേസ് പറ. തീർച്ചയായിട്ടും ഞാൻ കേരളത്തിൽ അങ്ങനെ ഒരു കേസ് ഉണ്ടാകണമെങ്കിൽ സംഘപരിവാറിന് അങ്ങനെ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയണ്ടേ? മുട്ടിടിക്കും ശ്രീ കൃഷ്ണദാസ് കേരളത്തിൽ അങ്ങനെ സംഘപരിവാറിന്റെ അജണ്ടയുമായി ഇറങ്ങിയാൽ. ജേക്ക് പറഞ്ഞു പൂർത്തിയാക്കും വേഗം, എനിക്ക് സമയമില്ല. ജേക്ക് മറ്റ് സംസ്ഥാനത്തെ പറ. തീർച്ചയായിട്ടും. ഇപ്പൊ അതായത് BJPയുടെ പ്രതിനിധി ഇവിടെ വന്നിരുന്ന് ചോദിച്ചു, ഇങ്ങനെ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ താമരശ്ശേരി ബിഷപ്പിനെതിരെയും മറ്റും ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിയിട്ടില്ലേ? നിങ്ങളാണോ ഞങ്ങൾ നടത്തിയ ക്രിസ്ത്യൻ വേട്ടയ്ക്കെതിരെ ശബ്ദിക്കാൻ വരുന്നത് എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ മുഖപത്രത്തിന് ഇന്ത്യയിൽ മതനിരപേക്ഷവാദികളും മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ പ്രത്യേകിച്ചും സ്വൈര്യപൂർവ്വം സമാധാനത്തോടും കൂടെ ജീവിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം BJP പ്രതിനിധി വിമർശിക്കാൻ നാമ്പെടുക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന നമ്മുടെ സംസ്ഥാനമാണ് എന്ന് എന്തുകൊണ്ട് കത്തോലിക്ക സഭയുടെ മുഖപത്രത്തിന് എഴുതേണ്ടതായി വന്നു? കാരണം എന്തുകൊണ്ടാണ്? കേരളത്തിന് നൂറുകണക്കിന് വരുന്ന അനുഭവങ്ങളുണ്ട്. അങ്ങേക്കറിയാമോ, ഉളവണ്ടയിൽ കന്യാസ്ത്രീകളായിരുന്ന പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പ്രവർത്തകരായിരുന്ന, അതായത് മദർ തെരേസയുടെ പിൻഗാമികളായിരുന്ന സിസ്റ്റർ കുസുമത്തെ അടിച്ച് തലയോടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ RSSകാരായിട്ടുള്ള പ്രതികൾക്ക് ജയിലിൽ കിടക്കേണ്ട വന്ന അനുഭവം ഈ ഏറെ ദൂരെയല്ലാത്ത പത്തനംതിട്ടയിൽ പമ്പയുടെ മണൽപ്പരപ്പിലും പുണ്യനദി എന്ന നിലയിലാണ് നമ്മൾ പമ്പയെ കാണാറുള്ളത്. പമ്പയുടെ മണൽപ്പരപ്പിൽ നടത്തപ്പെടുന്ന കൺവെൻഷനാണ് മാരാമൺ കൺവെൻഷൻ. മാരാമൺ കൺവെൻഷനിൽ ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നുകളഞ്ഞതിന് ശേഷം മാരാമൺ കൺവെൻഷനിൽ ഒരു വിദേശ മിഷണറിയെയും പ്രവർത്തിപ്പിക്കാൻ സമ്മതിക്കില്ല. അവരുടെ മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന വിദേശ മിഷണറിയുടെ കാൽ വെട്ടുവാൻ കേരളത്തിൽ RSS ഉണ്ടാകും എന്ന് പറഞ്ഞത് ആരാണ്? ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ശശികലയായിരുന്നില്ലേ? ആ പ്രസ്താവനയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? വിദേശ മിഷണറിമാർ പമ്പയുടെ മണൽപ്പരപ്പിൽ കാല് കുത്തിയാൽ ആ കാല് വെട്ടിയെടുക്കുമെന്ന് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിച്ചില്ലേ? എന്തേ അങ്ങോട്ടേക്ക് ഒരാളെയും കണ്ടില്ല?
അതിന്റെ തുടർച്ചയിലല്ലേ ഇതേ പത്തനംതിട്ടയിൽ പന്തളത്ത് പറന്തലിൽ ഇതേ ക്രിസ്തുമത വിശ്വാസികൾ ആരാധനയ്ക്കായി ഒത്തുചേർന്നപ്പോൾ അവിടെ വന്ന് ത്രികോണാകൃതിയിലുള്ള RSSന്റെ പതാക നാട്ടിവെച്ചിട്ട് ഒരാളെയും ഇങ്ങോട്ടേക്ക് ആരാധനയ്ക്കായി പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞത് RSSന്റെ നേതാക്കന്മാരായിരുന്നില്ലേ? എന്നിട്ട് ഒരാളെയും കണ്ടില്ലല്ലോ. അങ്ങോട്ടേക്ക് ആത്മവിശ്വാസത്തോടു കൂടെ വന്നിറങ്ങി ജനങ്ങൾക്ക് ധൈര്യം പകർന്നയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു, ഇല്ലേ? ഇങ്ങനെ കേരളത്തിന് മാത്രം, ഞാൻ കേരളത്തിന്റെ പുറത്തെ അനുഭവങ്ങളിലേക്ക് പോകുന്നില്ല, ഇങ്ങനെ കേരളത്തിന് മാത്രം പത്തനംതിട്ടയിൽ പന്തളത്ത് പറന്തലിൽ മാരാമൻ കൺവെൻഷന്റെ അനുഭവങ്ങളിൽ, അതോടൊപ്പം കോഴിക്കോട് ഒളവണ്ണയിൽ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പ്രവർത്തകരായ സിസ്റ്റർമാരെ അടിച്ച് തല തകർക്കാൻ ശ്രമിച്ചതുൾപ്പെടെ എത്ര അനുഭവങ്ങൾ ഇന്ത്യൻ സംഘപരിവാരം കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ നിങ്ങൾക്ക് കേരളത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? ശക്തിയുക്തമായ പ്രതിരോധം കേരളത്തിൽ ഉണ്ടായി. അവിടെയാണ് ഇന്ത്യൻ മതനിരപേക്ഷവാദികൾ RSSനെ ചെറുക്കാൻ കേരളത്തിന്റെ മാതൃക സ്വീകരിക്കണമെന്ന് ഇന്ത്യയെമ്പാടും ആഗ്രഹിക്കുന്നത്. അവിടെയാണ്. നിങ്ങൾക്ക് പത്തി വിടർത്തിയാടാൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് കഴിഞ്ഞിട്ടില്ല? അതിശക്തമായ പ്രതിരോധത്തിന്റെ ഒരു ലോർഗ ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒളിച്ചോടേണ്ടതായി വന്നിട്ടുണ്ട്, തോറ്റമ്പേണ്ടതായി വന്നിട്ടുണ്ട്. അതാണ് കേരളം മാതൃകയാണ് എന്ന് ദീപികയ്ക്ക് വിലയിരുത്തേണ്ടതായി പറയുന്നത്. അപ്പോഴാണ് ബഹുമാന്യനായ BJPയുടെ പ്രതിനിധി നിങ്ങൾ ബിഷപ്പിനെ കുറിച്ച് എന്ത് പറഞ്ഞു, നിങ്ങൾ മറ്റു ചില ആളുകളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു, പറഞ്ഞതിനെ സംബന്ധിച്ചല്ലല്ലോ. നിങ്ങൾ സ്ട്രോ പോലും വെള്ളം കുടിക്കാൻ കൊടുക്കാതെ ജയിലിലിട്ട് കൊന്നുകളഞ്ഞ ഒരു ജസ്യൂട്ട് സമുദായ അംഗമായ കത്തോലിക്ക പുരോഹിതനെ കുറിച്ചല്ലേ ഇവിടെ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ പേര് സ്റ്റാൻ സ്വാമി എന്നാണ്. ജയിലിലിട്ട് കത്തോലിക്ക പുരോഹിതരെ കൊന്നുകളഞ്ഞ നിങ്ങൾക്കാണോ കേരളത്തെ കുറിച്ച് പറയാൻ അവകാശം? തീർച്ചയായും ഞാൻ ഫാദറിലേക്ക് പോകട്ടെ. ഫാദർ, ഇതിനു മുൻപ് ഇന്നലെ വരെ ഇന്ന് ഈ നിമിഷവും സഭകൾക്കെതിരെ, മുസ്ലിം പുരോഹിതർക്കെതിരെ, ഹിന്ദു മതത്തിലെ ആ നിലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ വിയോജിപ്പുകൾ ഒരുപാടുള്ള നാടാണിത്. ഇന്നും പറയും, ഇന്നലെയും പറഞ്ഞു, നാളെയും പറയും. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്കെതിരെ നടക്കുന്ന അല്ലെങ്കിൽ അവർക്കെതിരെ നടക്കുന്ന ഒരു അനീതികളും ഇവിടെ റദ്ദ് അനീതികൾക്കും എതിരെ ശബ്ദിക്കാൻ പാടില്ല എന്നൊരു നിലപാടില്ല. അത് റദ്ദ് ചെയ്യപ്പെടാനും പാടില്ല ആ പോരാട്ടങ്ങൾ. അതുകൊണ്ട് തന്നെ അത്തരം ഐക്യപ്പെടലുകളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യും. BJPയുടെ വാദങ്ങൾ താങ്കൾ കേട്ട് കാണുമല്ലോ. BJP നേതാവിന് ജ്യോതി ശർമ്മയെ അറിയില്ല, ബജ്രംഗ് ദളിന്റെ ഒരു നേതാക്കളെയും അറിയില്ല, ഒരു പ്രവർത്തകരെയും അറിയില്ല. ഈ കന്യാസ്ത്രീകളുടെ ആക്രമണം അവിടെ ഉണ്ടാകുന്ന സമയത്ത് ഛത്തീസ്ഗഡ് BJP അവർക്കൊപ്പമാണെന്നൊരു ഫേക്ക് നെറേറ്റീവ് കേരളത്തിൽ ഉണ്ടാക്കാൻ BJP ശ്രമിച്ചു. പക്ഷേ അവിടെ അപ്പോഴും അതിന് ബസ്തർ MP BJPയുടെ മഹേഷ് കശ്യപ് എന്ന നേതാവ് പറഞ്ഞത് കന്യാസ്ത്രീകൾക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ട്, അന്താരാഷ്ട്ര ഗൂഢാലോചന എന്നൊക്കെയാണ്. താങ്കൾക്ക് ഓർമ്മ കാണുമല്ലോ ഫാദർ. അപ്പോൾ ഇവരാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവങ്ങളെ ഉണ്ടായിട്ടില്ല എന്ന മട്ടിൽ പറയുന്നത്. അശ്വത, നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഈ FIRന്റെ കോപ്പി എവിടെയെന്നും FIR എവിടെയെന്നും ആർക്ക് എതിരെയാണ് കേസെടുത്തിരിക്കുന്നത്, ആരാണ് കുറ്റക്കാരെന്നൊക്കെ നമ്മുടെ സഹപാനലിസ്റ്റ് ബഹുമാനപ്പെട്ട വക്കീൽ ചോദിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള, കേരളത്തിൽ വേണമെങ്കിൽ അങ്ങനെയുള്ള ചില കേസുകളും മറ്റുമൊക്കെ കാണും. എന്നാൽ കേരളത്തിന് വെളിയിൽ ക്രൈസ്തവർക്കെതിരെ ഉണ്ടാകുന്ന പീഡനങ്ങളിൽ ഏതെങ്കിലും ക്രൈസ്തവൻ പരാതിപ്പെട്ടാൽ ആ പരാതിപ്പെടുന്നവന്റെ പേരിലാണ് FIR ഇടുന്നത്, അല്ലാതെ കുറ്റം ചെയ്തവന്റെ പേരിലല്ല. UPയിലെ എന്റെ സ്നേഹിതനായിരിക്കുന്ന വിജയകുമാർ, അദ്ദേഹം ഇപ്പോൾ റിലീസ് ചെയ്യപ്പെട്ടു. നമ്മള് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതിന് പിറ്റേ ദിവസം ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ സാർ വക്കീലല്ലേ, ഒന്ന് ഒറ്റ മിനിറ്റ് ഒന്ന് വഴങ്ങൂ ഫാദർ. അദ്ദേഹം ചോദിക്കാനുള്ളതാണല്ലോ, അത് ചോദിക്കൂ. ഒറ്റ കാര്യം 2021 ഇതേ ഛത്തീസ്ഗഡിൽ 11 മാസക്കാലം 2 ഫാദർമാർ ജയിലിൽ കിടന്ന കാര്യം അങ്ങേക്കറിയാമോ? ആ കേസ് അങ്ങേക്കറിയാമോ? 11 മാസക്കാലം, 11 മാസവും 18 ദിവസവും ജയിലിൽ കിടന്ന കാര്യം അങ്ങേക്കറിയാമോ? ആ സമയത്ത് കോൺഗ്രസ് അല്ലേ ഛത്തീസ്ഗഡ് ഭരിച്ചുകൊണ്ടിരുന്നത്, BJP അല്ലല്ലോ. കോൺഗ്രസ് ഭരിക്കുമ്പോഴുണ്ടായ ആക്രമണം കൃഷ്ണദാസിനോട് സംശയവുമില്ല. പക്ഷേ BJP ഭരിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല. 2022 ഞാൻ പറഞ്ഞുതരാം. 2022 ജനുവരി മാസം 8-ാം തീയതി മുതൽ ഒരാഴ്ചക്കാലം ഞാൻ ആ പ്രദേശത്ത് പോവുകയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുള്ള ആളുകളെ കാണുകയും അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം അവിടുത്തെ മുഖ്യമന്ത്രിയുടെ അടുക്കൽ ചെന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി സംസാരിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഈ ചാനൽ ചർച്ചയിൽ ഇരിക്കുന്ന വ്യക്തിയല്ല. ഞാൻ സാധാരണ ജനങ്ങളോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കാനും അറിയാനും പോകുന്ന. അതുകൊണ്ടാണ് ധൈര്യത്തോടെ പറയുന്നത്, അവിടെ നടന്ന പ്രശ്നങ്ങൾ അതാരാ ഉണ്ടാക്കിയെന്നുള്ളത് അവിടുത്തെ BJP നേതാക്കന്മാർക്ക് നന്നായിട്ടറിയാം. അവിടുത്തെ മുമ്പുണ്ടായിരുന്ന BJP സർക്കാരിൽ ഉണ്ടായിരുന്ന
ഒരു പ്രധാനപ്പെട്ട ചെറുപ്പക്കാരനായ മന്ത്രി, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞങ്ങൾ പോയി. കാരണം അദ്ദേഹമാണ് നാരായൺപൂരിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് ഞങ്ങൾ അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ചെന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനിയും എന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല, നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾക്ക് വോട്ട് തന്നാൽ മതി എന്ന് പറയുകയുണ്ടായി. അത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് അവർക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. പക്ഷേ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം അവരുടെ പേരിൽ ഒന്നും തന്നെ ഒരു കേസുമില്ല സാർ. അതാണ് രസം. നാരായൺപൂരിലെ ആയിരക്കണക്കിന് ആളുകളെ വീട് നഷ്ടപ്പെട്ടിട്ട്, വീട് കത്തിക്കപ്പെട്ടിട്ട്, ഈ 8 ഡിഗ്രി വെറും 8 ഡിഗ്രി സെൽഷ്യസില് തണുപ്പത്ത്, കൊടും തണുപ്പത്ത് ഒക്ടോബർ മാസം മുതല് അതുങ്ങൾ റോഡ് സൈഡിൽ കിടക്കുകയാണ് ജനങ്ങൾ. അവർ 2011 ആ സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ വേദനകൾ കണ്ടിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇവരുടെ പേരിൽ കേസെടുക്കാൻ പറ്റുകയില്ല, കാരണം അവര് ദേ ആർ ബിലോങ്ങിങ് ടു BJP ഗ്രൂപ്പ്സ്. അങ്ങനെയാ പറഞ്ഞത്. ഇപ്പോഴും ജ്യോതി ശർമ്മയ്ക്കെതിരെ കേസ് കൊടുക്കുന്ന ആ പെൺകുട്ടികൾ പറയുമ്പോൾ ആ കേസിനെ കുറിച്ച് എന്തെങ്കിലും വിശ്വാസമുണ്ടോ ഫാദർ നിങ്ങൾ? അവരുടെ പേരിൽ 22ഓളം കേസുകളുണ്ട്. ഓൾറെഡി 22 കേസുകളുണ്ട്. അസുഖയ്ക്ക് അറിയാമോ അവരെ കുറിച്ച് സർക്കാർ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് എന്താണെന്നറിയാമോ? കോടതിയില് വക്കീൽ സാറിന് അതൊന്ന് വായിച്ചാൽ മനസ്സിലാവും. അവർ ഒളിവിൽ പോയിരിക്കുകയാണെന്ന്. എങ്ങനുണ്ട് ഈ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് അവിടെ നമ്മുടെ സിസ്റ്റേഴ്സിന്റെ നേരെ, അതേപോലെ തന്നെ ആ പെൺകുഞ്ഞുങ്ങളെ, ട്രൈബൽസ് ആണ്, ആ ഗോത്രവർഗത്തിൽപ്പെട്ട 3 പെൺകുട്ടികളെയും അവരുടെ സഹോദരനെയും അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പോലീസുകാരുടെ മുമ്പിൽ നിന്ന് അതെല്ലാം ചെയ്ത് വീഡിയോ എടുത്തിട്ട് ലോകം മുഴുവൻ അത് കണ്ടിട്ടും അവരിപ്പോഴും ഷീസ് അബ്സ്കാൻഡ് എന്ന് പറഞ്ഞ് കോടതിയിൽ മൊഴി കൊടുത്തിരിക്കുകയാണ്. ഏത് രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? ഏത് തരത്തിലുള്ള ഭരണമാണ് നമുക്കുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണല്ലോ മിനിഞ്ഞാന്ന് നമ്മുടെ അച്ഛന്മാരോട് വളരെ കൃത്യമായിട്ട് ലിജോച്ചനോട് അവർ പറഞ്ഞത്, ഇത് BJP ആണ് ഭരിക്കുന്നത്, BJD അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP ഭരിക്കുന്നിടത്ത് നിങ്ങൾ ഇതുപോലുള്ള ആക്രമണങ്ങളിലേക്ക് പോകേണ്ടി വരും, ആക്രമിക്കപ്പെടും എന്ന് തന്നെയല്ലേ പറയുന്നത്? അല്ലേ സാറേ? അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങളെപ്പോലെ തന്നെ പൗരന്മാരാണ് ഞങ്ങൾ. മാനുഷികമായ അവകാശങ്ങളും അധികാരങ്ങളും, ഒരു പൗരനുള്ള എല്ലാ അവകാശങ്ങളും നിലനിർത്തുവാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഭരണഘടനയെ ചുംബിച്ചാൽ പോരാ, അത് പാലിക്കാൻ തക്കവണ്ണം വളരെ കൃത്യമായിട്ട് ജനങ്ങളെ പഠിപ്പിക്കണം. അത് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു സംരക്ഷകനായിരിക്കണം, ബഹുമാന്യനായിരിക്കുന്ന, വളരെ ആദരണീയനായിരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി അമിത്ഷാജിയും ഒക്കെ തന്നെ. ഫാദർ ക്ലിയർ. ഓരോ പൗരനും ജീവിക്കാനുള്ള അവകാശമാണ് വേണ്ടത് എന്നുള്ളതാണ് ശ്രീ കൃഷ്ണദാസ് ഫാദർ ഇവിടെ ആവർത്തിച്ചു പറഞ്ഞതുപോലെ. ഛത്തീസ്ഗഡിലായിക്കോട്ടെ, ഒഡീഷയിലായിക്കോട്ടെ, BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡ്, BJP ഭരിക്കുന്ന ഒഡീഷ എന്നുള്ളതാണ്. ബജ്രംഗ് ദളിന്റെ ആത്മവിശ്വാസവും ധൈര്യവും അതുള്ളിടത്തോളം ഇനിയും ആക്രമിക്കപ്പെടില്ലേ ഈ രീതിയിൽ തന്നെ വൈദികരും കന്യാസ്ത്രീകളും ഒക്കെ? അസിത, കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു വലിയ വിഭാഗം BJPക്കെതിരായിട്ടുള്ള നിരന്തരമായിട്ടുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിയിട്ടും ആ വിഷയങ്ങളുടെ എല്ലാം യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുള്ള സഭാ നേതൃത്വവും പിതാക്കന്മാരുമെല്ലാം അവർ BJP വിഷയത്തിലെടുത്തിട്ടുള്ള നിലപാട് എന്താണ്, BJP സംസ്ഥാന നേതൃത്വം എടുത്തിട്ടുള്ള രാഷ്ട്രീയവും നിയമപരവുമായിട്ടുള്ള നിലപാട് എന്താണ്, അതിനുവേണ്ടി ചെയ്തിട്ടുള്ള നടപടികൾ എന്താണ്, ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളോടും സഭാവിശ്വാസികളോടും പറയുന്ന സാഹചര്യമുണ്ടായി. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് മറ്റേതെങ്കിലും കാര്യങ്ങൾ നോക്കണം. അതിന് BJPയെ വീണ്ടും ഈ വിഷയത്തിലേക്ക് വലിച്ചടിച്ചുകൊണ്ട് ഒരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്തകൾ കൊടുത്ത് ഇതൊരു വലിയ സമയമില്ല. നോക്കൂ, അപ്പോൾ അവിടെ ആക്രമണമായി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണോ, ആക്രമിച്ചത് ബജ്രംഗ് ദൾ അല്ല എന്നുള്ളതാണോ താങ്കളുടെ അവസാന വാദം? അങ്ങനെ ഏതെങ്കിലും ആക്രമണം ഉണ്ടെങ്കിൽ അത് കേസുണ്ടാകും. മറ്റേതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടെങ്കിൽ അവിടെയും കേസുണ്ടാകും. കേസ് സർക്കാരിന്റെ നിയമപരമായ കോടതിയുടെ വഴിക്കാണ് പോവുക. അതിൽ ഒരു രാഷ്ട്രീയ ഇടപെടലും തീരുമാനവും. ഫാദർ നോക്കൂ, അപ്പോൾ നിങ്ങളെ ആരെങ്കിലും, അതായത് ക്രൈസ്തവരെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ കേസ് ഉണ്ടാകും. ആ കേസിൽ എത്രമാത്രം വിശ്വാസമുണ്ട്? ഒരു വിശ്വാസവും ഇല്ല. കാരണം കേസിൽ നിന്ന് ഊരിപ്പോരാനായിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അമിത്ഷാജിയും ഒക്കെ വിളിച്ചിട്ടാണ് അവിടുത്തെ മുഖ്യമന്ത്രി അവിടെ ചെന്നത്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് കേസിൽ നിന്ന് അവരെ ഊരിച്ച് വിട്ടതെന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ധ്വനി. ഇവിടെ അപ്പൊ കോടതിക്കൊന്നും ഒരു അവകാശം ഇല്ലേ? കോടതിയും പോലീസും ഒക്കെ വെറും നോക്കൂത്തികളാണോ? അതാണോ ഇവിടെ കാണുന്നത് നമ്മള്? ജയ്ക്ക്, BJPയിലെയും ഛത്തീസ്ഗഡിലെയും BJP ഒപ്പം നിന്നു എന്നുള്ള വാദമാണ് കൃഷ്ണദാസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. ഈ കേസ് അവസാനം പരിഗണിക്കുന്ന ദിവസം BJPയുടെ മീഡിയ ഹാൻഡിൽ വന്ന കാർട്ടൂൺ നമ്മൾ കണ്ടതാണ്, BJP MPയുടെ പരാമർശങ്ങൾ കണ്ടതാണ്. പറഞ്ഞാൽ ഒരുപാടുണ്ട്. അപ്പോൾ ഈ BJP എങ്ങനെ വിശ്വസിക്കണം?
അത് യഥാർത്ഥത്തിൽ ഇതിന് ഇരകളാക്കപ്പെടുന്ന ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യന്മാരും സത്യസന്ധമായി ആലോചിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ആളുകൾ നാളെ വീണ്ടും ചെറുപകാരങ്ങളും മോഹന വാഗ്ദാനങ്ങളുമായി വീണ്ടും നമുക്കിടയിലേക്ക് വരും. പക്ഷേ അന്നേരമൊക്കെ നീറുന്ന ഓർമ്മകളുടെ ചരിത്രവും അനുഭവ പശ്ചാത്തലവുമുള്ള ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾ ഇക്കൂട്ടരെ നിർബന്ധിത സാമൂഹ്യ ബഹിഷ്കരണത്തിന് വിധേയമാക്കിയെങ്കിൽ മാത്രമേ സമാധാനപൂർണമായ മതനിരപേക്ഷമായ ഒരു ഇന്ത്യ പുലരുകയുള്ളൂ, അതിന് ഭാവി ഉണ്ടാവുകയുള്ളൂ. ആ നിതാന്തമായ ജാഗ്രതയും ഓർമ്മയും കൊണ്ടല്ലാതെ ഈ കൂട്ടരെ നമുക്ക് ഇന്ത്യയിൽ നേരിടാൻ കഴിയില്ല എന്ന് ഇതിനെതിരെ ചിന്തിക്കുന്ന, വർഗീയമായിട്ടല്ലാതെ മതനിരപേക്ഷമായി ഇന്ത്യയെമ്പാടും ചിന്തിക്കുന്ന മുഴുവൻ ആളുകളും ജാഗ്രതയോടുകൂടെ തിരിച്ചറിയട്ടെ എന്ന ആഗ്രഹത്തോടു കൂടെയുള്ള സമരമുഖങ്ങൾ, പ്രതിരോധങ്ങൾ നമുക്ക് തുടർന്നു കൊണ്ട് മുമ്പോട്ട് പോകണം. അത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള പോംവഴി. ഈ രാജ്യത്ത് എല്ലാ മനുഷ്യനും ഒരേ അവകാശത്തോടു കൂടി തന്നെ ജീവിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പറയാനുള്ളത്. റബ്ബറിന്റെ വില 300 ആയതുകൊണ്ട് മാത്രം ഈ രാജ്യത്ത് സാധാരണക്കാരന് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും ബോധ്യപ്പെട്ടു കാണുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്ന 3 പേർക്കും. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു.